ഒരുപാട് വിധവകളായ സ്ത്രീകളെയും ഒരുപാട് അച്ഛൻ നഷ്ടപ്പെട്ട മക്കളെയും മകൻ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി അത് ഒന്ന് CPM ആണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ വികലാംഗനായ ഒരാളെ പോലീസുകാർ തല്ലുന്ന കണ്ടപ്പോൾ ചാടി ബാരിക്കേഡ് ചാടി ചെന്നിട്ട് പിടിച്ചങ്ങന്മാരെടുത്ത ധൈര്യം ഉണ്ടെങ്കിൽ തല്ലി നോക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു തൻ്റെ ഇടമുണ്ട്. നിയമസഭയിൽ നല്ല പെർഫോമറായിരുന്നു. കേസിന് സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ നന്നായിട്ട് ആക്റ്റീവായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴുണ്ട്. മുസ്ലിം വോട്ടുകൾക്കകത്ത് മാത്രമാണ് പിന്നെ ഒരു പ്രശ്നം. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് അവർക്ക് പേടി സ്വപ്നം പോലെയാണ്. കാരണം അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം പിടിച്ചുവിടുന്ന പുറത്താക്കി ഈ CAA ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവരുടെ പൗരത്വമൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് നാട് കടത്തുന്നുള്ള തെറ്റിദ്ധാരണയുള്ള വിവരമില്ലാത്ത ആൾക്കാർ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമെന്നല്ലാതെ ബാക്കിയുള്ളവർ ഇടതുപക്ഷത്തിൻ്റെ വോട്ടല്ല ഇടതുപക്ഷത്തിന് തന്നെ. സുരേന്ദ്രൻ പറഞ്ഞത് ഇവിടെ കാട്ടാന വന്നത്രയും പോലും രാഹുൽ ഗാന്ധി വന്നിട്ടില്ല എന്ന ഒറ്റ പ്രസ്താവന. അവർക്കെല്ലാം വന്നിട്ട് ഏർപ്പാട് നടത്തിയിട്ട് പോകാൻ വേശ്യാലേ ഒന്നുമല്ല. ഇഷ്ടമുള്ളപ്പോൾ വരാൻ ഇഷ്ടമുള്ളപ്പോൾ പോകാനൊന്നും. അപ്പോൾ ആ രീതിയിൽ ആൾക്കാരുടെ ആ സെൻസൊക്കെ ഉണ്ടാവും. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ പിന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കില്ല. പ്രിയങ്ക കൊടുത്തു നിന്നാലും ജയിക്കില്ല. നല്ല ക്യാമ്പയിൻ നടത്താൻ പറ്റും. സ്വന്തം ബോർഡ് വലിച്ചു കയറിയിട്ട് അത് മറ്റേ എതിർ സ്ഥാനാർത്ഥി ചെയ്തെന്ന് പറയാം. ഇമാതിരി കലാപരിപാടികൾ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ ചീറ്റിപ്പോയി. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സ്ഫോടനങ്ങളൊക്കെ നീക്കം ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, പോലീസ് സ്റ്റേഷനിലോട്ട് ഗേറ്റ് തള്ളി തുറന്നിട്ട് ഞാനിവിടുത്തെ LDFൻ്റെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മസിൽ പിടിച്ചങ്ങോട്ട് ചെല്ലുക. നേതാവാന്ന് സ്വയം പറയുന്ന ആൾക്കാരെ ആദ്യം കാണുക. ഞാൻ അതിൻ്റെ ഇടക്കാണ് ഗണപതി വട്ടം. ഗണപതി വട്ടം അതൊരു അനാവശ്യമായിട്ടുള്ള കാര്യമായിപ്പോയി. ഗണപതി വട്ടനാന്ന് പറഞ്ഞാൽ പോലെയായിപ്പോൾ എനിക്ക് തോന്നി. കാരണം സിംഗർക്ക് എന്തോ കുഴപ്പം പറ്റിയതാണ്. ഇങ്ങനൊന്നും പേര് മാറ്റുന്നതിനകത്ത് നടത്തുമല്ലോ. പറയാനും സുഖം. സുരേഷ് ഗോപി അവിടെ കൊണ്ടുപോയിട്ട് വലിയ ക്യാമ്പയിനൊക്കെ നടത്തിച്ചു. അദ്ദേഹം മോളുടെ പേരിലുള്ള ലക്ഷ്മി മോളുടെ പേരിലുള്ള ട്രസ്റ്റ് ചെയ്യുന്ന കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് ആദിവാസി കേന്ദ്രങ്ങളിലൊക്കെ കുടിവെള്ളം എത്തിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള 15 ലോക്സഭാ മണ്ഡലങ്ങളുടെ സമഗ്രമായ രാഷ്ട്രീയ ചിത്രം ഇതിനോടകം തന്നെ നമ്മളുടെ ചർച്ചകളിലൂടെ പുറത്തു വന്നു. അടുത്തതായി ബാക്കിയുള്ളത് 5 ലോക്സഭാ മണ്ഡലങ്ങളാണ്. വയനാട് തുടങ്ങി കാസർഗോഡ് വരെ നീളുന്ന 5 ലോക്സഭാ മണ്ഡലങ്ങൾ. നമുക്ക് വയനാട്ടിൽ നിന്ന് തുടങ്ങാം. വയനാട് മണ്ഡലത്തിൽ ഭാവി പ്രധാനമന്ത്രിയാണ്. വയനാടിൻ്റെ പ്രധാനമന്ത്രിയാണ്. വയനാടിൻ്റെ പ്രധാനമന്ത്രി വയനാട് ഉപേക്ഷിച്ച് അങ്ങ് പോകും. റായ്ബറേലിയിൽ ജയിച്ചാൽ. റായ്ബറേലിയിൽ തോറ്റാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. റായ്ബറേലിയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അങ്ങ് രാജിവെക്കും. അതാണ് സംഭവിക്കുക. വയനാട് മണ്ഡലം രൂപീകൃതമാകുന്നത് 2008 ഡീലിമിറ്റേഷൻ പ്രകാരമാണ്. 2009 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് MA ഷാനവാസ് മത്സരിക്കുന്നു, വിജയിക്കുന്നു. MA ഷാനവാസ് അന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷമാണ് നേടുന്നത്. ഷാനവാസ് തിരുത്തൽവാദ തിരുത്തൽവാദികൾ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തലയോടും G കാർത്തികേയനോടും ചേർന്ന് അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ കരുണാകരനെ അട്ടിമറിക്കുന്നു. ഉമ്മൻചാണ്ടിയുമായിട്ട് ടൈപ്പ് ആവുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ പിന്നീട് അവസരം കിട്ടുന്നത് തിരിച്ചൊരു കിട്ടുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൾ നിൽക്കണം എന്നൊക്കെയുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും നടന്നില്ല. 2009 കന്നി മത്സരത്തിൽ അദ്ദേഹത്തിനെതിരെ CPIയുടെ സ്ഥാനാർത്ഥി റഹ്മത്തുള്ളയായിരുന്നു. റഹ്മത്തുള്ള ഒട്ടും ജനകീയനല്ല. അദ്ദേഹം മുസ്ലിം ലീഗ് നേതാവ് KN ഖാദറിൻ്റെ ഭാര്യ സഹോദരിയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ലീഗിൽ പോയി. അദ്ദേഹം ഇപ്പോൾ എന്തോ HTU എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കുക, അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് 2014 തെരഞ്ഞെടുപ്പാകുമ്പോൾ 2009 തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ K മുരളീധരൻ, അന്ന് NCP ഒക്കെ DIC NCP ഒക്കെ ഉണ്ടാക്കി നിൽക്കുന്ന സമയമാണ്, K മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് 1 ലക്ഷത്തോളം വോട്ടുകൾ അവിടെ നിന്ന് പിടിച്ചു. ആ പിടിച്ചിട്ട് പോലും അവിടെ 1.5 ലക്ഷം വോട്ടിന് ഇദ്ദേഹം ജയിച്ചു. അവിടെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പം അവിടെ സത്യൻ മൊകേരിയാണ് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഷാനവാസിനെതിരെ മത്സരിക്കുന്നത്. അന്ന് സത്യൻ മൊകേരി മത്സരിച്ചപ്പം ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു. ഷാനവാസിൻ്റെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഷാനവാസ് അന്ന് ജയിക്കാൻ കാരണം, അവിടെ സ്വതന്ത്രനായി ഇപ്പോഴത്തെ നിലമ്പൂർ MLA PV അൻവർ മത്സരിച്ചു. PV അൻവർ ഏകദേശം 37,000 വോട്ട് പിടിച്ചു ഒറ്റയ്ക്ക് നിന്നിട്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വോട്ടാണ്. അദ്ദേഹം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ CPIയുടെ സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായി മത്സരിച്ച് CPI സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്താക്കിയിട്ട് PK ബഷീറിൻ്റെ വിജയിച്ചു. അവിടെ അദ്ദേഹം 2ാം സ്ഥാനത്തെത്തി PV അൻവർ. ആ ബലത്തിലാണ് 2014 വീണ്ടും ഒരു പരീക്ഷണത്തിന് പോകുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് നിലമ്പൂർ നിയമസഭാ സീറ്റിൽ 2016 ക്ലെയിം ചെയ്യുക എന്നുള്ളതായിരുന്നു, സ്വന്തമായിട്ട് അത്യാവശ്യം വോട്ട് പിടിച്ചിട്ട്. പറഞ്ഞതുപോലെ സംഭവിച്ചു. അദ്ദേഹത്തിന് ഈ മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയ്ക്കകത്തെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട്, അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയ്ക്കകത്തെ തിരുവമ്പാടി, വയനാട് ജില്ലയ്ക്കകത്തെ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ, ഇത്രയും സീറ്റുകളാണ്. അപ്പം അന്ന് അൻവർ മത്സരിച്ചപ്പോൾ, അൻവർ 2014 മത്സരിച്ചപ്പോൾ അൻവർ 10,000-ഓളം വോട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും, 10,000-ഓളം വോട്ട് വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും, 10,000-ഓളം വോട്ട് ഏറനാട് മണ്ഡലത്തിൽ നിന്നും. അത് അദ്ദേഹത്തിൻ്റെ തട്ടകമാണ്. ഏറനാട് മണ്ഡലംകാരനാണ് അദ്ദേഹം, ഓദായിലാണ്. 5,000-ഓളം വോട്ട് തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം പിടിച്ചു. ഇത് വലിയ തെരഞ്ഞെടുപ്പ് വലിയ റിഫ്ലക്റ്റ് ചെയ്തു. ഇല്ലെങ്കിൽ സത്യൻ മൊകേരി അന്ന് ജയിച്ചു പോകുമായിരുന്നു. അന്ന് സത്യൻ മൊകേരിയെ പരാജയപ്പെടുത്തി 2ാം ഊഴം MA ഷാനവാസിനെ സമ്മാനിച്ചത് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഈ മണ്ഡലത്തിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വയനാട് ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, ഈ മാനന്തവാടി CPMൻ്റെ കയ്യിലാണ്. കൽപ്പറ്റ 2016 CPM വിജയിച്ച മണ്ഡലമാണ്. ശ്രേയാംസ് കുമാറിനെ പരാജയപ്പെടുത്തി CK ശശീന്ദ്രൻ MLA ആയി. എന്നാൽ കഴിഞ്ഞ തവണ
ഈ മുന്നണി ബന്ധത്തിൻ്റെ പുറത്ത് ശ്രേയാംസ് കുമാർ തിരിച്ച് LDF-ലേക്ക് വന്നപ്പോൾ CK ശശീന്ദ്രൻ മാറി നിന്ന് ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിക്ക് സീറ്റ് കൊടുക്കുകയും ശ്രേയാംസ് കുമാർ മത്സരിക്കുകയും തന്നോട് പരാജയപ്പെട്ട ശ്രേയാംസ് കുമാർ 2016 പരാജയപ്പെട്ട ശ്രേയാംസ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള ചുമതല CK ശശീന്ദ്രൻ ഏറ്റെടുക്കുകയും ചെയ്തു. വലിയ വൈരുദ്ധ്യമാണ്. അങ്ങനെ താമരശ്ശേരി ചുരം കയറി വയനാട്ടിലെത്തിയ T സിദ്ദിഖ് ആ സീറ്റിൽ മത്സരിച്ച് വിജയിക്കുന്നു. ശ്രേയാംസ് കുമാർ എന്ന് പറഞ്ഞാൽ അതുവരെ CPM-കാർ അവർക്ക് അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിരുന്നത് ഭൂമി കയ്യേറ്റക്കാരൻ, വനം കയ്യേറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങേണ്ടി വന്നെങ്കിലും നേതാക്കന്മാർ വിഴുങ്ങെങ്കിലും സാധാരണക്കാർക്ക് അത് ദഹിച്ചില്ല. അങ്ങനെയാണ് സിദ്ദിഖ് ജയിക്കുന്നത്. IC ബാലകൃഷ്ണൻ പിന്നെ ബത്തേരിയിൽ നിന്ന് വീണ്ടും മത്സരിച്ച് വിജയിക്കുന്നു. മാനന്തവാടിയിൽ ജയലക്ഷ്മി 2011 മത്സരിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തെങ്കിൽ 2016 21 അവിടെ കേളു ചേട്ടനോട് തോറ്റുപോയി. അപ്പോൾ അവിടെ ഒരു സീറ്റാണ് CPM-നുള്ളത്, ഇടതുമുന്നണിക്കുള്ളത്. തിരുവമ്പാടി സീറ്റ് ലീഗിൻ്റെ കയ്യിൽ കുറേ കാലം ഇരുന്നതാണ്. 2006 തെരഞ്ഞെടുപ്പിൽ അവിടെ മത്തായി ചാക്കോ CPM നേതാവായിരുന്ന, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന, VS ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവായിരുന്ന മത്തായി ചാക്കോ മത്സരിച്ച് വിജയിക്കുന്നു. അദ്ദേഹം പിന്നെ ക്യാൻസർ ബാധിതനായി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ജോർജ് എം തോമസിനെ, താമരശ്ശേരി CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ജോർജ് എം തോമസിനെ മത്സരിപ്പിക്കുന്നു. ജോർജ് എം തോമസ് പിന്നീട് അന്ന് DIC-യുടെ കൂടെ പിന്തുണയുണ്ട്. കരുണാകരനോട് പോയി പ്രചാരണം നടത്തി, മുരളി പോയി പ്രചാരണം നടത്തി. അങ്ങനെ പിന്നെ ജോർജ് എം തോമസ് വിജയിക്കുന്നു. എന്നിട്ട് ജോർജ് എം തോമസ് തനി ഫ്രോഡാണെന്നുള്ളത് പിന്നെ തെളിയിച്ചു. ഇപ്പോൾ അഴിമതി കേസും ബാക്കിയുള്ളതായിട്ട് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ കോർണർ ചെയ്യപ്പെട്ടിരിക്കുക. പിന്നെ 2 സീറ്റ് ഇടതുമുന്നണിയുടെ കയ്യിൽ, നിലമ്പൂർ സീറ്റും ഇടതുമുന്നണിയുടെ കയ്യിൽ. 16 21 അൻവർ വിജയിക്കുന്നു. 16 പിന്നെ ആര്യാണ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുന്നു. 21 DCC പ്രസിഡൻ്റായിട്ടുള്ള VV പ്രകാശിനെ പരാജയപ്പെടുത്തുന്നു. വണ്ടൂർ മണ്ഡലം പിന്നെ 96 മാത്രമാണ് പിന്നെ ഡോക്ടർ M.A. കുട്ടപ്പനൊക്കെ മത്സരിച്ച് വിജയിച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ പന്തളം സുധാകരൻ പലവട്ടം മത്സരിച്ച് വിജയിച്ചു, സംസ്ഥാന മന്ത്രിയായി. പക്ഷേ 1996 അവിടെ N കണ്ണൻ എന്ന് പറയുന്ന സാധാരണക്കാരൻ മത്സരിച്ച് വിജയിച്ചു. പക്ഷേ കണ്ണേട്ടൻ്റെ കയ്യിലിരിപ്പുണ്ട് 2001 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അനിൽകുമാറിനെ, അത് പഴയ നമ്മുടെ പിന്നെ പൊന്നാനി MLA ഒക്കെ ആയിരുന്ന PT മോഹനകൃഷ്ണൻ, അത് ഗുരുവായൂർ MLA ആയിരുന്നു, എനിക്ക് സംശയമുണ്ട്. PT മോഹനകൃഷ്ണൻ ദേവസ്വം ബോർഡ് ചെയർമാനൊക്കെ ആയിരുന്നു, കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ അജയ് മോഹനകൃഷ്ണൻ പിന്നെ അവിടെ നിന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹത്തിന് മുരളിയുമായിട്ടൊക്കെയുള്ള ബന്ധവും കരുണാകരനുമായിട്ടുള്ള ബന്ധവും ഉപയോഗിച്ച് അദ്ദേഹം മുരളിയോട് പറഞ്ഞ് ശുപാർശ ചെയ്ത് കരുണാകരൻ്റെ അടുത്ത് എത്തിച്ച് കരുണാകരൻ അങ്ങനെ താല്പര്യമെടുത്തിട്ടാണ് ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. അതിന് മുമ്പ് തൃത്താല മത്സരിച്ചിട്ടുള്ളതാണ് AP അനിൽകുമാർ. ആ വന്ന വഴി പക്ഷേ അനിൽകുമാർ മറന്നുപോയി. അനിൽകുമാർ പിന്നെ PT അജയ് മോഹനെയൊക്കെ മൂലയ്ക്കിരുത്തുന്ന പരിപാടിയൊക്കെ എടുത്തു. സംഘടനാ രംഗത്ത് വളരാൻ സംഭവിച്ചില്ല. കാരണം അയാൾ കാരണമാണ് ഇയാൾ മന്ത്രിയായത്. അതുകൊണ്ട് 2001 മത്സരിക്കുന്നു, കണ്ണേട്ടനെ പരാജയപ്പെടുത്തുന്നു, മന്ത്രിയാവുന്നു. കരുണാകരൻ്റെയും ആൻ്റണിയുടെയൊക്കെ മന്ത്രിസഭയിൽ മന്ത്രിയാവുന്നു. 2011 വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയാവുന്നു. ഇപ്പോൾ തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2001, 2006, 2011, 2016, 2021 അഞ്ചാമത്തെ ടൈമാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ തവണയും കക്ഷിച്ച രക്ഷപ്പെട്ട നല്ല സ്ഥാനാർത്ഥി എടുത്ത് നിങ്ങൾ തോറ്റു പോകുമായിരുന്നു. ഏറനാട് മണ്ഡലം PK ബഷീറാണ് ഉണ്ടാക്കിയ കാലം തൊട്ടേ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് നല്ല സ്വാധീനമുള്ള മലബാറിലെ ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞാൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആലത്തൂർ, പാലക്കാട്, മലപ്പുറം, പൊന്നാനി, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പിന്നെ കോഴിക്കോട്, വടകര എല്ലാം എടുത്തു കഴിഞ്ഞാൽ വയനാട് മണ്ഡലത്തിൽ കുടിയേറ്റ കർഷകരുടെ കേന്ദ്രമാണ്. ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ, വണ്ടൂർ മണ്ഡലത്തിലെ കരുവാരകുണ്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, പഞ്ചായത്തുകളിൽ, പിന്നെ വണ്ടൂർ പഞ്ചായത്തിൽ, അതേപോലെ തന്നെ ഈ തിരുവമ്പാടി മണ്ഡലത്തിലെ വിവിധ മേഖലകൾ. കാരണം അവിടെ കുടിയേറ്റ കർഷകർ വലിയ ഇതാണ്. അവിടെ അതുകൊണ്ടാണ് ഇടതുമുന്നണി ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിന് ഇപ്രാവശ്യം ലിൻഡോയാണ് നിർത്തിയത്. മത്തായി ചാക്കോ, ലിൻഡോ, അതേപോലെ തന്നെ ജോർജ് എം തോമസ് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ അവർ നടത്തുന്നത്. മുസ്ലിം ലീഗിൻ്റെ ആണ് എതിർസ്ഥാനത്ത് വരിക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നിലമ്പൂരും തിരുവമ്പാടിയും തമ്മിൽ കോൺഗ്രസും ലീഗും തമ്മിൽ വെച്ച് പറയാനുള്ള സാധ്യതയും കാണുന്നു. വയനാട് ജില്ലയ്ക്കകത്താണെങ്കിലും ബത്തേരിയിലാണെങ്കിലും പിന്നെ മാനന്തവാടി ആണെങ്കിലും കൽപ്പറ്റയിലാണെങ്കിലും ക്രിസ്ത്യൻ ബെൽറ്റുകളുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ മുസ്ലിം വോട്ടുകളും എൻ ബ്ലോക്കായിട്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടി. കാരണം ഇവർ വലിയൊരു സാധനമല്ലേ വരുന്നേ. ഇവർ കേട്ടിട്ടല്ലേ ഉള്ളൂ. പഴയ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മോൻ വരിക, രാജകുമാരൻ വരികയാണ്, അതും പ്രധാനമന്ത്രിയാവാൻ വരിക. ഇതിനൊന്ന് കാണണം, ഒന്ന് തൊടണം എന്നൊക്കെയായി. ഇവർ വന്നിട്ട് ഇതേ വന്ന് കഴിഞ്ഞ തവണത്തെ റോഡ് ഷോയിലുണ്ടായിരുന്ന വല്ല ഓളോ ഇപ്രാവശ്യം ഉണ്ടായോ? ഒന്നുമില്ല. അവിടെ വന്നു സമീപ ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ കൂടെ പോയിട്ടാണ്. പിന്നെ കൊടി ഉപയോഗിക്കാതിരുന്ന ഏക സ്ഥലം. മുസ്ലിം ലീഗിൻ്റെ കൊടി വെക്കാൻ പാടില്ല, കോൺഗ്രസിൻ്റെ കൊടിയും വെക്കാൻ പാടില്ല. ഈ കൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കൊടിയാതെന്ന് പറഞ്ഞ് ഉത്തരേന്ത്യ പ്രചരണം വന്നു എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ തവണ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ CPI അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആനി രാജ. കേരളത്തിലെ 20 ഞാൻ പലവട്ടം പറഞ്ഞാണ്, 20 മണ്ഡലങ്ങളിലെ 3 മുന്നണിയുടെയും 60 സ്ഥാനാർത്ഥികളെടുത്താൽ പൊളിറ്റിക്കലി ആയിട്ട് ഏറ്റവും പിന്നെ കറ തീർന്ന എല്ലാ സ്ത്രീ വിഷയങ്ങൾക്കകത്ത് വ്യക്തമായ നിലപാടെടുക്കുന്ന, മുഖം നോക്കാതെ, സ്വന്തം പാർട്ടിക്കാരടുത്ത് വേണ്ടാത്ത പറഞ്ഞാൽ പോലും. അതുകൊണ്ടാണല്ലോ MM മണിയാശൻ അവരെ പറഞ്ഞത് അവരങ്ങ് ഡൽഹിയിലാണ് പിന്നെ ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ അത്തരം അധിക്ഷേപങ്ങൾക്കെതിരെല്ലാം നിരന്തരം പ്രതികരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ആനി രാജ. ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, വനിതാ രാഷ്ട്രീയ നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ വൃന്ദാ കാരാട്ടിനേക്കാളും
ഒരുപക്ഷെ നിർമ്മലാ സീതാരാമനോടൊപ്പവും രാഷ്ട്രീയം പറഞ്ഞു പിടിച്ച് നിൽക്കാൻ കെൽപ്പുള്ള ചാനൽ ചർച്ചകൾ മാന്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആനി രാജ. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്. ക്രിസ്ത്യാനിയാണ്, കണ്ണൂർക്കാരിയാണ്. പക്ഷേ അവർക്ക് ചെറുപ്പത്തിലെ ഒരു ദളിത് ബാധിപ്പെട്ട ഒരു കറുത്ത ആളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ഡി രാജയെ കാണുന്നു, പരിചയപ്പെടുന്നു. അവരുടെ മകളും പിന്നെ ഡി രാജ ദേശീയ നേതാവാണ്. മകളും പിന്നെ അപരാജിത ദില്ലി യൂണിവേഴ്സിറ്റിയിൽ ജെ.എൻ.യുവിൽ വളരെ സജീവമായിട്ട് ആക്ടിവിസ്റ്റാണ്, രാഷ്ട്രീയത്തിലുണ്ട്. അപ്പം ആനി രാജ വരുമ്പം കഴിഞ്ഞ തവണ CPM-ൻ്റെ കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളെല്ലാം പ്രധാനമന്ത്രിക്ക് കൊടുത്തു. പക്ഷേ പ്രധാനമന്ത്രി ആയില്ല. പിന്നെ കുറേ വന്നു, ചായയും പൊറോട്ടയും കഴിച്ച് പോന്നു. അതാണ് വാർത്ത. അല്ലാതെ വേറെ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞതായിട്ട് വാർത്തയില്ല. ഇന്ന കടയിൽ കയറിയിട്ട് ബോണ്ട കഴിച്ചു, പിന്നെ പോലീസ് ജീപ്പിൻ്റെ മേളിൽ കയറിയിട്ട് പിന്നെ കൈവീശി കാണിക്കുക, ഇതൊക്കെയായിരുന്നു കലാപരിപാടികൾ. ഈ നാടകമൊന്നും അവിടെ ഇനിയിപ്പോൾ ഏക്കില്ല. ആനി രാജ നിൽക്കുമ്പം കഴിഞ്ഞ തവണ CPM ഒന്നും വീട് കയറി പണിയെടുത്തിട്ടില്ല 2014 അല്ല 19 തെരഞ്ഞെടുപ്പിൽ. പിന്നെ CPM നിർത്തിയ PP സുനീറിനെയാണ്. PP സുനീറിനെ നിർത്തിയപ്പം ഈ 19 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത PP സുനീറിന് വേണ്ടിയിട്ട് ഒരു പണി CPI-ക്കാർക്കും ഇഷ്ടമല്ല. കാരണം CPI-ക്കകത്ത് വിഭാഗീയത ഉണ്ടെന്ന ആളാണ്, ഭയങ്കര തലക്കനമാണ്, ജാടയാണ്. അതുകൊണ്ട് CPM-കാരും CPI-ക്കാരും ഒക്കെ ഇവനെ തോറ്റ് കാണുമെന്ന് ആഗ്രഹിച്ചു. അപ്പുറത്ത് രാഹുൽ ഗാന്ധിക്ക് ഇവരെല്ലാം വോട്ടം കൊടുത്തു. ആ ട്രെൻഡ് ഇപ്രാവശ്യം ഇല്ല. ഇടതു മുന്നണിക്ക് കിട്ടേണ്ടുന്ന വോട്ടുകൾ അവസാനത്തെ വോട്ടും കിട്ടും. അവരുടെ മെഷർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഹൗസ് ക്യാമ്പയിൻസ് നടന്നിട്ടുണ്ട്, പിന്നെ നല്ല പ്രചാരണം നടന്നിട്ടുണ്ട്. പിന്നെ ഇവർ പൊതു സ്വീകാര്യമാണ്, ഒരു അധിക്ഷേപവും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇടതു മുന്നണിയുടെ 2019 അവർക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അവസാനത്തെ വോട്ടും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഈ പിന്നെ മുസ്ലിം വോട്ടുകൾക്കകത്ത് മാത്രമാണ് പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് അവർക്ക് എന്തോ പേടി സ്വപ്നം പോലെയാണ്. കാരണം അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം പിടിച്ചുവിടുന്ന പുറത്താക്കും, ഈ CAA ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവരുടെ പൗരത്വമൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് നാട് കടത്തുന്നുള്ള തെറ്റിദ്ധാരണയുള്ള വിവരമില്ലാത്ത ആൾക്കാർ പിന്നെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമെന്നല്ലാതെ ബാക്കിയുള്ളവർ ഇടതുപക്ഷത്തിൻ്റെ വോട്ടല്ല ഇടതുപക്ഷത്തിന് തന്നെ കിട്ടും. അതിനിടയിലാണ് K. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു, BDGS-ആണ്. തുഷാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, കോട്ടയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വോട്ട് ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല, ജനകീയനല്ല, അതിനുള്ള രീതിയിലല്ല. കാരണം പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അല്പം ദൂരത്ത് നിൽക്കുന്ന ഒരാളാണ്, ഒരു എലൈറ്റ് ക്ലാസിൻ്റെ കൾച്ചറെല്ലാം വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. പൊളിറ്റിക്സ് അറിയാഞ്ഞിരുന്നല്ല, പറയാനൊക്കെ അറിയാം, പക്ഷേ പ്രവൃത്തിയിലും പെരുമാറ്റത്തിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവിടെ 2014 തെരഞ്ഞെടുപ്പിൽ അവിടെ രശ്മിൽ എൻ്റെ സുഹൃത്താണ്, അന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡൻ്റാണ്. രശ്മിൽ അവിടെ നിന്നപ്പോൾ 80,000-ഓളം വോട്ട് പിടിച്ച സ്ഥലമാണ്. അവിടെ 2,000 വോട്ട് കുറഞ്ഞു തുഷാർ നിന്നപ്പോൾ. അതായത് BJP-യുടെ വോട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് പോയെന്ന്. അതാണ് ആലോചിച്ച് നോക്കേണ്ടത് മോദിക്കെതിരെ മത്സരിക്കുന്ന ആൾക്ക്. കാരണം വെച്ചാൽ വർക്ക് നടന്നില്ല, അല്ലെങ്കിൽ അവരെ വോട്ട് പോൾ ചെയ്തിട്ടില്ല എന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. 2014 അവിടെ 10,000-ഓളം വോട്ട് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ അൻവർ 37,000-ഓളം വോട്ട് പിടിക്കുമ്പോൾ 10,000-ഓളം വോട്ട് എൻ്റെ വേറെ സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്ത് അഡ്വക്കേറ്റ് PPS കയറി. അന്ന് ആം ആദ്മി പാർട്ടി കേരളത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തി, സാറാ ജോസഫിനെ ഉൾപ്പെടെ. അങ്ങനെ നിർത്തിയ കൂട്ടത്തിൽ നിർത്തി 10,000-ഓളം വോട്ട് AAPക്ക് കിട്ടി. അന്ന് ഈ കെജ്രിവാളിൻ്റെ യഥാർത്ഥ മുഖം ആൾക്കാർക്ക് അറിയത്തില്ലോ. ഒരു മാറ്റത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ തുടക്കം, പുതിയൊരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിലാണ് കിട്ടി. അതൊക്കെ മാറി ഇത്തവണ സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയാവുമെന്നാണ് ആദ്യം സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു പൊതുധാരണയിലാണ് നീങ്ങിയിരുന്നത്. മലപ്പുറം ജില്ലയിലെ ചില നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും വയനാട് ജില്ലയിലെ എല്ലാ 3 നിയോജക മണ്ഡലങ്ങളും തിരുവമ്പാടി നിയോജക മണ്ഡലവും ഒക്കെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് എനിക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം. പക്ഷേ പിന്നെ സന്ദീപ് അതുമല്ല. സന്ദീപ് കുറച്ചു കാലം സംഘടനാ നടപടി നേരിട്ട് പുറത്തു നിന്നെങ്കിലും പിന്നീട് വന്നപ്പം അദ്ദേഹത്തിന് വയനാടിൻ്റെ ചുമതല കൊടുത്തു. സുരേഷ് ഗോപി അവിടെ കൊണ്ടുപോയിട്ട് വലിയ ക്യാമ്പയിനൊക്കെ നടത്തിച്ചു. അദ്ദേഹം പിന്നെ മോളുടെ പേരിലുള്ള ലക്ഷ്മി മോളുടെ പേരിലുള്ള ട്രസ്റ്റ് ചെയ്യുന്ന കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് ആദിവാസി കേന്ദ്രങ്ങളിലൊക്കെ കുടിവെള്ളം എത്തിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നിർത്തണം എന്ന രീതിയിൽ നരേന്ദ്രമോദിയും JP നഡ്ഡയും പിന്നെ അതേപോലെ തന്നെ ഒരു ഓർഗനൈസിങ് സെക്രട്ടറിയുടെ പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ ഇവിടെ നിന്നുള്ള കർണാടകയിൽ നിന്നുള്ള പ്രകാശ് ജാവ്ദേക്കർ അല്ലല്ല, പ്രകാശ് ജാവ്ദേക്കറും പ്രഭാരി അദ്ദേഹമുണ്ട്. പിന്നെ മറ്റേ സംഘടനാ കാര്യ സെക്രട്ടറി BL സന്തോഷ്, RSSൻ്റെ നോമിനി BL സന്തോഷും അമിത്ഷായും കൂടി എടുത്തിട്ടുള്ള തീരുമാനമാണ്. അത് വലിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. കാരണം സുരേന്ദ്രൻ വന്നപ്പോൾ ചിത്രം മാറി. സുരേന്ദ്രൻ ലോഞ്ചിങ് ഭയങ്കര ഗംഭീരമായിരുന്നു. സുരേന്ദ്രൻ പറഞ്ഞത് ഇവിടെ കാട്ടാന വന്നത്രയും പോലും രാഹുൽ ഗാന്ധി വന്നിട്ടില്ല എന്നുള്ള ഒറ്റ പ്രസ്താവന സാധാരണ ഇതിൻ്റെ പിന്നെ അതൊരു വലിയ ക്യാമ്പയിനായിട്ട് മാറി. അതുമാത്രമല്ല, സുരേന്ദ്രൻ പഴയ സുരേന്ദ്രനല്ല. സുരേന്ദ്രനെ ഞാൻ കാലങ്ങളായിട്ട് ആക്ഷേപിച്ചിരുന്നത് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റിൻ്റെ അതേ മൂഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ 78 വോട്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷം വരെ പിടിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിൻ്റെ ഇടക്കാണ് ഗണപതി വട്ടം. ഗണപതി വട്ടം അതൊരു അനാവശ്യമായിട്ടുള്ള കാര്യമായിപ്പോയി. ഗണപതി വട്ടനാന്ന് പറഞ്ഞാൽ പോലെ ആയിപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ചിങ്ങർക്ക് എന്തോ കുഴപ്പം പറ്റിയതാണ്. ഇങ്ങനൊന്നും പേര് മാറ്റുന്നതിനകത്ത് നടത്തുമില്ലെന്ന് പറയാൻ സുഖം വേണ്ടേ. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേര് മഞ്ചേരി ഇളങ്കൂറിനടുത്ത് കോഴിത്തല എന്നായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ എവിടെയാണ് വീടെന്ന് വെച്ചാൽ ഇളങ്കൂർന്ന് പറയത്തുള്ളൂ, കോഴിത്തല എന്ന് പറയത്തില്ല. കാരണം 6ാം ക്ലാസ് കണ്ട് പഠിക്കുമ്പോൾ കോഴിത്തല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ കോഴി എന്ന് വിളിക്കാൻ തുടങ്ങി എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ചില പിന്നെ ഈ പണ്ട് നമ്മുടെ സംവിധായകൻ പ്രിയനന്ദനൻ
പറഞ്ഞിട്ടുണ്ട്. ഈ പട്ടിമറ്റം പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇവിടെ എറണാകുളത്തോട്ടുള്ള ഒരു പഞ്ചായത്തുണ്ട്. അയാൾ പറഞ്ഞു ഇപ്പം ഞാനൊന്നും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാമെന്ന് പറഞ്ഞാലും ഞാൻ ആവത്തില്ല. അത് കാരണം ഇത് എവിടെ വരുന്നതെന്ന് വെച്ചാൽ പട്ടിമറ്റത്തു നിന്ന് വരുന്നത്. അപ്പം ഇങ്ങനത്തെ ഓരോ സ്ഥലപ്പേരുകളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഈ പിന്നെ പഴയ പേരുകൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് പോട്ടെ, നമ്മുടെ നാട്ടിലെ ആളുകളുടെ പേരുകളിൽ പോലും പഴയ കാലത്ത് പലതരത്തിലുള്ള പേരുണ്ടായിരുന്നു. കാളി, ചക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ചും അധസ്ഥിത വർഗ്ഗത്തിന് അത്തരം പേരുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. കണ്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇപ്പം അതൊക്കെ മാറി. ഇപ്പം പേരുകളിലൊക്കെ മാറ്റം വന്നു. അപ്പം അതിൻ്റെ ഒരു പിന്നെ ഉച്ചാരണ സൗകര്യം, അതിൻ്റെ ഒരു പിന്നെ കേൾക്കാനുള്ള സുഖമൊക്കെ കൂടെ വെച്ചിട്ടൊക്കെയാണ് പേരിടുന്നത്. പിന്നെ പേരിൽ നിന്ന് മതം തിരിച്ചറിയുന്ന സാഹചര്യം പോലും പരമാവധി ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. കോമൺ ആയിട്ടുള്ള നെയിംസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ പോട്ടെ. അപ്പോൾ ഗണപതി വട്ടം ആവശ്യമില്ലാത്തൊരു അബദ്ധമായി. അത് പിന്നെ സുരേഷ് ഗോപി കാണിച്ച വളരെ പുള്ളിയുടെ അടുത്ത് വന്നതാണ്. അതൊന്നും പറയണ്ട, വേറെ കാര്യങ്ങൾ ഇഷ്ടംപോലെ പറയാനുണ്ടല്ലോ. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ. എന്തായിരുന്നാലും പുള്ളി 1.5 ലക്ഷം വോട്ട് പിടിക്കുമെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. ആനി രാജ നന്നായിട്ട് വോട്ട് പിടിക്കും. ഫലത്തിൽ ഇത് ചോരുന്നത് കഴിഞ്ഞ തവണ 7 ലക്ഷത്തോളം വോട്ടാണ് ഇദ്ദേഹം പിടിച്ചത്. പിന്നെ രാഹുൽ ഗാന്ധി പിടിച്ചത് 4,30,000 കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടിയത്. അത് 2 ലക്ഷത്തിലേക്ക് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന് കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞാണ് അറിയുന്നത്. അത് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 ലക്ഷത്തിന് താഴേക്കാവും. 1 ലക്ഷത്തിന് താഴേക്കാവും. കാരണം ഇട്ട് പോകാനാണുള്ളത്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറഞ്ഞ ആ വാക്ക് ഇപ്പോൾ കൂട്ടിയിട്ടാണ് പറയണ്ടേ, അത് ആ വാക്യം പറയുന്നില്ല. ഒരു പറ്റിച്ചു പോയ പോലെ ആയി. അതുകൊണ്ട് പിന്നെ റായ്ബറേലിൽ ജയിച്ചു കഴിഞ്ഞാൽ വയനാട് സീറ്റ് അടുത്ത മുന്നണി പിടിക്കും. പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിൽ അതവർ പിടിക്കും എന്നുള്ള അവസ്ഥയിലേക്കെത്തും. കാരണം പ്രിയങ്ക ഗാന്ധി ഒന്നിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല. റായ്ബറേലിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. വയനാട്ടിൽ ഒഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കില്ല. പ്രിയങ്ക അവിടെ നിന്നാലും ജയിക്കില്ല. നല്ല ക്യാമ്പയിൻ നടത്താൻ പറ്റും അവർക്ക് ആ രീതിയിൽ. കാരണം ഇതെന്തോ ഇറ്റ്സ് നോട്ട് എ വോർ ഹൗസ്. കാണുന്നവർക്കെല്ലാം വന്നിട്ട് ഏർപ്പാട് നടത്തിയിട്ട് പോകാൻ ഇത് വേശ്യാലയം ഒന്നുമല്ല. ഇഷ്ടമുള്ളപ്പോൾ വരാനും ഇഷ്ടമുള്ളപ്പോൾ പോകാനും ഒന്നും. അപ്പോൾ ആ രീതിയിൽ ആൾക്കാരുടെ എല്ലാ സെൻസൊക്കെ ഉണ്ടാവും. അപ്പം 2 ലക്ഷത്തിലേക്ക് എത്തിയാൽ തന്നെ അപ്പുറത്ത് വാരാണസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കൂടുകയും കൂടെ ചെയ്താൽ തോറ്റതിന് തുല്യമാണ്. അതാണ് സ്ഥിതി. റായ്ബറേലി തോറ്റാൽ തന്നെ കഥ കഴിഞ്ഞു. രണ്ടിടത്തും കൂടെ തോക്കത്തില്ല. പിന്നെ വയനാട്ടിൽ എന്തായാലും ജയിക്കും. രാഹുൽ ഗാന്ധി ജയിച്ചു. അടുത്ത മണ്ഡലം എടുക്കാം. അടുത്ത മണ്ഡലം കോഴിക്കോടാണ്. കോഴിക്കോട് മണ്ഡലം 2004 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് MP വീരേന്ദ്രകുമാറാണ്. വീരേന്ദ്രകുമാറിന് ഈ മുന്നണികളെ വിഴുങ്ങുന്ന പരിപാടി വലിയേട്ടൻ പാർട്ടിക്കുള്ളതുകൊണ്ട് അങ്ങനെയാണ് അവരെ സീറ്റ് പിടിച്ചെടുക്കുന്ന സ്ഥിതി വന്നു 2009. അങ്ങനെയാണ് വീരേന്ദ്രകുമാർ അവരുമായിട്ട് തെറ്റുന്നതും മുന്നണി വിട്ടുപോകുന്നു. പിന്നെ പാലക്കാട് മത്സരിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ മാധുരി തോമസും പിന്നെ വീരേന്ദ്രകുമാറും 2 വിഭാഗമായിട്ട് മാറുന്നു. പിന്നെ വീരേന്ദ്രകുമാറിനും വലിയ ക്ലച്ചൊന്നും പിടിച്ചില്ല. അവസാനം അവർ പിന്നെ LDF വന്നു. 2009 തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ മത്സരിക്കുമ്പോൾ അന്ന് DYFIയിൽ കുസ്തിയും പിടിച്ച് നടന്നിരുന്ന റിയാസിനെ പിടിച്ചിട്ട് ഫാരിസ് അബൂബക്കറിന് വേണ്ടിയിട്ടാണ് എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്നു. അവിടെ സ്ഥാനാർത്ഥിയാക്കി DYFIയുടെ ജില്ലാ പ്രസിഡന്റ് മാത്രമാണ്. അങ്ങനെ പിന്നെ പ്രത്യേക താല്പര്യപ്രകാരം ആക്കിയെന്ന് പറയുന്നു. അങ്ങനെ ആക്കിയിട്ട് പിന്നെ അന്ന് MK രാഘവൻ ജയിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം പിന്നീട് കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടനായി മാറി. അദ്ദേഹം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് തന്നെ ആലോചിച്ച് നോക്കും. വടകരയിൽ പോയിട്ട് പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ വടകര ഷാഫിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി അവിടെ പോയി. പുള്ളി അത്ര കണ്ടു. പിന്നെ മിതഭാഷിയാണ്, സൗമ്യനാണ്, എന്നാൽ കോൺഗ്രസിനകത്ത് നിലപാടെടുക്കുന്ന ആളാണ്. ശശി തരൂർ പിന്നെ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ കേരളത്തിൽ ആകെ അടിയുറച്ച അദ്ദേഹത്തിൻ്റെ കൂടെ പ്രചരണത്തിൻ്റെ പിന്നെ ഏകോപനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്നു MK രാഘവൻ നിലപാടുള്ള ആളാണ്. അദ്ദേഹം അങ്ങനെ രാഘവേട്ടനായി മാറി. അപ്പം വടകരയിൽ ഒരു ഹിന്ദു കാർഡ് CPM ഇറക്കിയതുപോലെ കോഴിക്കോട് ഒരു മുസ്ലിം കാർഡ് ഇറക്കി. കരീം ക എന്ന് പറഞ്ഞു. CPMനകത്ത് അങ്ങനത്തെ സ്ഥിതിയൊന്നും അല്ലാതില്ല. ഇവർക്ക് ഈ കരീം ക എന്ന് പറഞ്ഞിട്ട് ഇറക്കി. എന്നാൽ പിന്നെ പാലക്കാട് വിജയരാഘവേട്ടൻ എന്ന് പറയണ്ടേ, പിന്നെ ധർമ്മടത്ത് പിണറായി ചേട്ടൻ എന്ന് പറയണ്ടേ, വിജയേട്ടൻ എന്ന് പറയണ്ടേ. ഇതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ തോമസ് ഐസക് മത്സരിക്കുമ്പോൾ ഐസക് അച്ചായൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ, ഇതൊന്നുമില്ല. ഇവിടെ കരീം ക എന്ന് പറഞ്ഞ സാധനം ഈ ഒരു കമ്മ്യൂണൽ എലമെൻറ്റ് ഇൻജെക്റ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു, കമ്മ്യൂണൽ കൺസോളിഡേഷന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ MK രാഘവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. MK രാഘവൻ അങ്ങനെ പിന്നെ എന്താ പറയുക, ഒരു ഹിന്ദു ഇമേജ് ഒന്നുമല്ല MK രാഘവനോ ഉണ്ണിത്താനോ ഒന്നും ഉള്ളത്. കാരണം സുധാകരനുള്ളത് അവർക്ക് വളരെ സെക്കുലറാണ്. അവർ ഈ മതക്കാർഡൊന്നും ഉപയോഗിക്കാൻ പോകുന്നവരല്ല. അതുകൊണ്ട് തന്നെ എളമരം കരീമിനോട് നല്ല പ്രതിഷേധം ആളുകൾക്കുണ്ട്. ഇപ്പോൾ റിയാസ് വന്നപ്പോൾ തന്നെ അന്ന് മുസാഫർ അഹമ്മദിനെ നടത്തിയിരുന്നെങ്കിൽ അവർ ജയിക്കുകയായിരുന്നു. അവിടെ നല്ലൊരു 2014 അവിടെ മത്സരിച്ചത് വിജയരാഘവനാണ്. എന്നിട്ടും MK രാഘവൻ വിജയം ആവർത്തിക്കുന്നു. 2019 മത്സരിച്ചത് അന്ന് സിറ്റിംഗ് MLA ആയിരുന്ന പ്രദീപ്കുമാർ ഒരു പ്രാവശ്യം പോലും മന്ത്രിയാവാതെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ്. SFIയുടെയും DYFIയുടെയും ഒക്കെ സംസ്ഥാന പ്രസിഡന്റും പിന്നെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. നല്ല പാർലമെൻറ്റേറിയനായിരുന്നു. കണവണ ഒച്ചയും ഉണ്ടാക്കാൻ പോകത്തില്ല. പിന്നെ അഹങ്കാരിയല്ല, ധാർഷ്ട്യമല്ല. TP ചന്ദ്രശേഖരൻ്റെയൊക്കെ കൊലപാതകത്തിൽ നല്ല പ്രതിഷേധം ഉണ്ടായിരുന്ന ആളാണ്. CPMനകത്ത് VSൻ്റെ കൂടെ ഉറച്ചു നിന്നിട്ടുള്ള ആളാണ്.
പിന്നെ ഇപ്പം അധികം സൈലൻ്റ് ആയിപ്പോയി എന്നുള്ള അദ്ദേഹത്തെ ഈ 2019 നിർത്തി അദ്ദേഹം പിന്നെ രാഹുൽ തരംഗത്തിൽ തോറ്റുപോയി. ഇത്തവണ അദ്ദേഹത്തെ നിർത്തിയിരുന്നെങ്കിൽ ആ മണ്ഡലം അവർക്ക് പിടിക്കായിരുന്നു. കാരണം രാഘവൻ ഹാട്രിക് അടിച്ചതാണ്. പിന്നെ കോൺഗ്രസിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. രാഘവൻ തന്നെ അത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ വെടിപൊട്ടിച്ചു, പിന്നെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റിനെ നിർത്തിയില്ല. അവർ കരീംക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറക്കി. രാജ്യസഭയിലെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ലോക്സഭയിലെങ്കിലും പോകണം. കാരണം സി.യുടെ അഖിലേന്ത്യാ നേതാവാണ്. പിന്നെ ഈ കച്ചവടത്തിനകത്തൊക്കെ നല്ല വൈദഗ്ധ്യമുള്ള ആളാണ്. നമ്മുടെ നോക്കുകൂലി സംഘടനയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് സി.യുടെ. ഓക്കെ, അപ്പം അവിടെ അവർക്ക് ആ തന്ത്രം പാളിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എം കെ രാഘവൻ തന്നെ അവിടെ നിന്ന് വീണ്ടും വിജയിക്കും. എം ടി രമേശ് നന്നായിട്ട് വോട്ട് പിടിക്കും. എം ടി രമേശിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എം ടി രമേശ് നല്ലൊരു കേഡറാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയി വരാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ്, നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ പുള്ളി അന്തർമുഖരാണ്, ആൾക്കാരുമായിട്ട് അത്ര വല്ലാതെ ഇതാവുന്നില്ല. ഇല്ല, അങ്ങനെയില്ല. ശോഭ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ശോഭ ഫേക്കാണ്. പക്ഷേ ഇടിച്ച് കയറാനും എല്ലായിടത്തും കയറിയിട്ട് വോട്ട് പിടിക്കാനും ഒക്കെ അറിയാം. പക്ഷേ ഇയാൾ സ്ട്രെയിറ്റ് ആണ്, സത്യസന്ധനാണ്. ശോഭയെ പോലെയുള്ള തരികിടകളൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് ഈ കുറച്ച് ഷോ ഓഫും ബാക്കിയുള്ളതൊക്കെ ഇഷ്ടം, അതിനൊന്നും പോകാത്ത വളരെ സ്വാത്വികനായ ഒരു സംഘം പ്രവർത്തകരാണ്. പിന്നെ എന്നാലും വോട്ട് നന്നായിട്ട് പിടിക്കും അവിടെ, പ്രത്യേകിച്ചും കോഴിക്കോട് നോർത്ത് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മൾ നായർ വോട്ടുകളിൽ വലിയ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. ഇട വോട്ടുകളിലും കുറച്ചൊക്കെ വോട്ട് ഇങ്ങോട്ട് മറിയും. കാരണം ഈ CPM-ൻ്റെ ഈ പിന്നെ ഹമാസ് ഐക്യദാർഢ്യ റാലി അവിടെ നടത്തി, അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ ബോംബ് സ്ഫോടനം, പാനൂർ ബോംബ് സ്ഫോടനം, ചെറ്റക്കണ്ടി സ്ഫോടനം വീണ്ടും ചർച്ച. അത് പിന്നെ ഇലക്ഷൻ ശേഷം പാനൂർ ബോംബ് സ്ഫോടനം വടകരയിലും കോഴിക്കോടും കണ്ണൂരും ഒക്കെ വിഷയമാണ്. അതുകൊണ്ട് പിന്നെ എം കെ രാഘവൻ 4ാം വട്ടവും മത്സരിച്ച് വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷേ ഇടിവുണ്ടാവും. കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം എവിടെയും കോൺഗ്രസ് കിട്ടാൻ പോകുന്നില്ല. അത് പിന്നെ പ്രധാനമന്ത്രിയാവാൻ രാഹുൽ പോകാൻ വേണ്ടി കൊടുത്ത വോട്ടായിരുന്നു. അത് ഇത്തവണ കിട്ടാൻ പോകുന്നില്ല. അടുത്ത് ടീച്ചർമയും ഷാഫി പറമ്പിലും തമ്മിൽ. ഷാഫി അവിടെ നിൽക്കുമ്പം എന്തായിരുന്നാലും കേരളത്തിലൊരു ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് പാലക്കാട് അല്ലെങ്കിൽ മട്ടന്നൂർ, പാലക്കാട് ആവാനാണ് സാധ്യത. കാരണം രണ്ടുപേരും സിറ്റിംഗ് MLA-മാർ. ഇപ്പോൾ ജോയി മത്സരിക്കുന്നുണ്ട്, പിന്നെ കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പലരും മത്സരിക്കുന്നുണ്ടെങ്കിലും അത് അവിടെ മറ്റേ സ്ഥാനാർത്ഥി ജയിച്ചാൽ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നില്ല. ഇവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ഒരു മണ്ഡലത്തിൽ നമ്മൾ കേരളത്തിൽ ഉറപ്പിച്ചതാണ്. അത് പാലക്കാട് ആവാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അവിടെ ഈ 2004 അവിടെ നിന്ന് മത്സരിച്ച് അവിടെ കാലങ്ങളായിട്ട് KP ഉണ്ണികൃഷ്ണൻ ജയിച്ച് വന്നുകൊണ്ടിരുന്നൊരു മണ്ഡലമാണ് വടകര. ആ വടകര മണ്ഡലത്തിൽ പിന്നീട് അവിടെ നിന്ന് പിന്നെ KP ഉണ്ണികൃഷ്ണൻ പിന്നെ 91 വിശ്വവിഖ്യാതമായിട്ടുള്ള നമ്മൾ കോലി സഖ്യം അഡ്വക്കേറ്റ് രത്നസിംഗിനെ കരുണാകരൻ താല്പര്യം എടുത്തിട്ട് BJP സഹയാത്രികനായിട്ടുള്ള രത്നസിംഗിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. ലീഗും BJP ഒക്കെ സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു KP ഉണ്ണികൃഷ്ണനെതിരെ. അന്ന് CPM-മാർ പണിയെടുത്തിട്ടാണ് KP ഉണ്ണികൃഷ്ണനെ ജയിപ്പിക്കുന്നത്. അല്ലാതെ KP ഉണ്ണികൃഷ്ണൻ അവിടെ 10 വോട്ട് പോലില്ല സ്വന്തമായിട്ട്. അതില്ലാതെ പിന്നീട് അയാൾക്ക് ബോധ്യപ്പെട്ടു. ഇയാൾ 89 മത്സരിച്ച് വിജയിച്ചപ്പോൾ VP സിംഗിൻ്റെ പിന്നെ മിനിസ്ട്രിയിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ആളാണ്. അതൊക്കെ ഈ CPM-ൻ്റെ കെയർ ഓഫിലാണ്. അല്ലാതെ ഇയാളേലൊന്നും ഉണ്ടായിട്ടില്ല. ഇയാൾക്കൊരു ഞാൻ പറഞ്ഞത് ഒരു പഞ്ചായത്ത് നിന്നപ്പോൾ ഒറ്റയ്ക്കുന്ന ജയിക്കാൻ കെൽപ്പില്ലാത്ത ആളായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. ഊതി ഉറപ്പിച്ച ബലൂണാണ്. പിന്നെ നന്ദികേട് കാണിച്ചു, മുന്നണി മാറി അക്കരപ്പച്ച കണ്ടിട്ട്. ആ പ്രസ്റ്റീജ് മത്സരത്തിനകത്ത് ഇവർ ഈ രത്നസിംഗിന് പിന്നീട് കരുണാകരൻ പാരിതോഷികം കൊടുത്തു. അദ്ദേഹം പിന്നെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനൊക്കെയാണ് കരുണാകരൻ്റെ മിനിസ്റ്ററുടെ സമയത്താണ്. കരുണാകരന് BJP ആയിട്ട് പണ്ടേ ബന്ധമൊക്കെ ഉണ്ട്, ഇല്ലാന്നൊക്കെ വെറുതെ പറയാം. മാരാരുമായിട്ടും ഒക്കെയുള്ള രഹസ്യബന്ധങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അന്നങ്ങനെ നിർത്തിയത്. പത്മജ പോയാലെന്താ കുഴപ്പം? കരുണാകരൻ്റെ ജീനല്ലേ. മുരളി നാളെ പോവില്ല എന്നെന്താ സംശയം? കാരണം പിന്നെ ഇവരാരോ പറഞ്ഞല്ലോ, മുരളിയെ ഞങ്ങൾ പിന്നെ വിമർശിക്കാത്തത് നാളെ മുരളി ജി എന്ന് വിളിക്കേണ്ടി വരുമെന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശോഭ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുരളിയൊക്കെ ചിലപ്പോൾ നാളെ പോയിന്ന് വരും. അപ്പം ഓഫർ കിട്ടിയാൽ അതിലൊന്നും സംശയമൊന്നുമില്ല. കോൺഗ്രസ്സുകാർക്കൊക്കെ നിലപാട് എപ്പോൾ വേണേലും മാറ്റാം. വിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് എല്ലാവരും, സ്വയം വിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർ. അപ്പം വടകരയിൽ ഒന്ന് അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ KC-യെ കൊണ്ടുവരണം. അപ്പോൾ ന്യൂനപക്ഷ ബാലൻസ് വേണം, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ വേണം. അത് തൃശ്ശൂർ നിർത്താൻ പറ്റില്ല. പ്രതാപനാണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളത്. കാരണം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യം മത്സരിച്ചാലെന്നറിയാം. അപ്പോൾ മുരളിയെ പിടിച്ച് അങ്ങോട്ട് ഇടുന്നു. മുരളിയോട് പറയുന്ന അവിടെ നായർ വോട്ടുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന അപ്പോൾ ജയിക്കുമെന്ന് പറയുന്നു. അങ്ങനെ മുരളി അങ്ങോട്ട് വിടുന്നു. മുരളി എവിടെയും പോകാൻ തയ്യാറാണല്ലോ. അങ്ങനെ പിന്നെ വട്ടിയൂർക്കാവിൽ ജയിച്ച പോലെ ജയിക്കാൻ വേണ്ടി തൃശ്ശൂരോട്ട് കയറുന്നു. ഷാഫിക്ക് മാനസികമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. സതീഷിൻ്റെ തന്ത്രമായിരുന്നു അത് വേറെ അർത്ഥത്തിൽ. KC മത്സരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, KC ലോക്സഭയിലേക്ക് അയക്കുക. അപ്പോൾ സംസ്ഥാന പൊളിറ്റിക്സിൽ KC 2026 CM സ്ഥാനം ക്ലെയിം ചെയ്യാൻ വരരുത് UDF-ന് ഭരണം കിട്ടിയാൽ KC പോയി. അടുത്തത് പിന്നെ K സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ മുമ്പിലുള്ള തടസ്സം ആരാ? പിന്നെ മുമ്പിലുള്ള തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇല്ല. അങ്ങനെ ഇദ്ദേഹം സേഫായിട്ട് നിൽക്കുക. അപ്പം ഉമ്മൻചാണ്ടി മരിച്ചും പോയി, രമേശ് ചെന്നിത്തല മൂലയ്ക്കായിപ്പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് മന്ത്രിസഭ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അൻവർ സാദത്തിനെ കൊണ്ടുവരണം. ഷാഫി ലോക്സഭയിൽ പോയി കഴിഞ്ഞാൽ ഷാഫി പിന്നെ പാലക്കാട് നിയമസഭയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിസഭയിലൊന്നും വരില്ല. ഒരു വെട്ടിക്ക് ഒരുപാട് പക്ഷികൾ എന്നുള്ളതായിരുന്നു. അപ്പം ഷാഫി അവിടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ലോഞ്ചിങ് ഗംഭീരമായി. ഒന്ന്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറും
ഷാഫി ആണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയത്. ഏറ്റവും ഈ 60 സ്ഥാനാർത്ഥികൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാ തന്ത്രവും പറ്റിയിട്ടുണ്ട്. പണ്ട് വി കെ പ്രശാന്ത് പിന്നെ മേയർ സ്ഥാനത്ത് നിന്ന് പോയിട്ട് വട്ടിയൂർക്കാവിൽ 2019 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയപ്പം യാത്രയപ്പോൾ ആൾക്കാർ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു, ബാക്കിയുള്ളതെല്ലാം കൂടി പിന്നെ വികാരനിർഭരമായ സീനുകളെല്ലാം ഷൂട്ട് ചെയ്ത് PR വർക്ക് നടത്തിയതുപോലെ ഷാഫി അത് ചെയ്തു. പാലക്കാട് നിന്ന് പോകുമ്പോഴുള്ള യാത്ര തന്നെ ഗംഭീരം. വടകരയിൽ പോയി ലോഞ്ച് ചെയ്യുന്നു. വടകരയിൽ ചെല്ലുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും, MK രാഘവൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എല്ലാം അവിടെ എത്തിക്കുന്നു. പാറക്കൽ അബ്ദുള്ള, KK രമ എല്ലാവരും ഉണ്ടാവുന്നു. ഒരു സ്ഥാനാർത്ഥി വന്നിറങ്ങുമ്പോൾ അങ്ങനെ ഒരു സ്വീകരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യം. പണ്ട് VS അച്യുതാനന്ദന് കിട്ടിയിട്ടുണ്ട് മലമ്പുഴ ചെല്ലുമ്പോൾ. അങ്ങനെ വലിയൊരു സംഭവമായിട്ട് മാറുന്നു. അത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള സ്വീകരണമായിരുന്നു ആ ചിലർ. തൃശ്ശൂർ മുരളി പോയപ്പോഴും അങ്ങനെ നോക്കി, പക്ഷേ ഇത്രയൊന്നും ആയില്ല. ഇത് കഴിഞ്ഞിട്ട് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയിട്ട് പ്രാർത്ഥന. അപ്പോൾ ഈ സ്വന്തം വെല്ലുപ്പാടെ കല്ലറയിലും പോയിട്ട് പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഇതൊക്കെ ഇലക്ഷൻ തന്ത്രങ്ങളായിരുന്നു. അതൊക്കെ ഷാഫി വിജയിക്കുകയും ചെയ്തു. പിന്നെ ഷാഫി ഊർജ്ജസ്വലനാണ്. ഷാഫി റോജി M ജോണിനെ പോലെയോ അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസിനെ പോലെയോ അല്ലെങ്കിൽ VT ബലറാമിനെ പോലെയൊന്നുമല്ല. വെയിൽ കൊള്ളാനൊന്നും മടിയൊന്നുമില്ല. സ്വന്തം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന് വികലാംഗനായ ഒരാളെ പോലീസുകാർ തല്ലുന്ന കണ്ടപ്പോൾ ചാടി ബാരിക്കേഡ് ചാടി ചെന്നിട്ട് പിടിച്ചങ്ങുമാരി ധൈര്യം ഉണ്ടെങ്കിൽ തല്ലി നോക്കണമെന്നൊക്കെ പറഞ്ഞ ആളാണ്. എന്തൊരു തൻ്റെ ഇടമുണ്ട്. നിയമസഭയിൽ നല്ല പെർഫോമറായിരുന്നു. KS സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴും നന്നായിട്ട് ആക്റ്റീവായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴും ഉണ്ട്. 100% സെക്യുലറാണ്. ഷാഫി ഈ ആദ്യത്തെ സ്വീകരണ പരിപാടിയിൽ തന്നെ ചെന്നപ്പം കമ്മ്യൂണൽ കാർഡ് ഷാഫി ആദ്യം എടുത്തു. ഞാൻ വടകരയുടെ പുതിയാപ്ലയാണ് എന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷേ വടകരയുടെ പുതിയാപ്ലയിന് വടകരയുടെ മകനാവാൻ പോകുന്നു എന്നുള്ളതാണ്. ആ പുതിയാപ്ല പ്രയോഗത്തിനകത്ത് കരീമൊക്കെ പ്രയോഗം പറഞ്ഞ പോലെ തന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് വർക്കൗട്ട് ചെയ്തു. മുസ്ലിം ലീഗിൻ്റെയും SDPI ഉൾപ്പെടെയുള്ള സംഘടനകളെയൊക്കെ വോട്ട് കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടും. കാരണം എന്ന് വെച്ചാൽ വടകര മണ്ഡലത്തിൽ ഇന്ന് വരെ ഒരു മുസ്ലിം MP വന്നിട്ടില്ല, ഇന്ന് വരെ ചരിത്രത്തിൽ. അതേപോലെ തന്നെ ഇപ്പോൾ KP ഉണ്ണികൃഷ്ണനെ ശേഷം പിന്നീട് KP ഉണ്ണികൃഷ്ണനെ ഭരതനെ നിർത്തി CPM പരാജയപ്പെടുത്തുന്നു. പിന്നെ ഭരതനെ ചവിട്ടിക്കൂട്ടി മൂലയ്ക്കാക്കുന്നു. ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് വയസ്സുകാലത്ത് അദ്ദേഹത്തെ പട്ടിയെപ്പോലെ ഇവർ വലിച്ചെറിഞ്ഞു. ഒന്നും ഉണ്ടാക്കാത്തൊരു മനുഷ്യനെ രാഷ്ട്രീയം കൊണ്ട്. അദ്ദേഹത്തോടൊക്കെ ചെയ്ത ക്രൂരതയുടെ ഫലമൊക്കെ പല നേതാക്കന്മാരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പലരും പിന്നീട് മൂലയ്ക്കായി. ആ ഭരതൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ സതീദേവിയെ കൊണ്ടിരുന്നു. P ജയരാജൻ്റെ സഹോദരി, പഴയ CPM ജില്ലാ സെക്രട്ടറി M ദാസിൻ്റെ ഭാര്യ. അദ്ദേഹം പിന്നെ അന്തരിച്ചു രോഗബാധിതനായിട്ട്. അദ്ദേഹമൊക്കെ മത്തായി ചാക്കോയെ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ളതാണ്. TP ചന്ദ്രശേഖരനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതാണ്. ഈ 2004 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച സതീദേവി മത്സരിച്ച് വിജയിച്ചു. 2007 ആകുമ്പോഴാണ് RMP ഉണ്ടാകുന്നത്, N വേണുവിൻ്റെയും TP ചന്ദ്രശേഖരൻ്റെയും നേതൃത്വത്തിൽ. അപ്പം അവരുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രു ഒന്ന് പിന്നെ ഇപ്പോഴത്തെ K മോഹൻ മാഷാണ്, അവിടുത്തെ ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലതികയെ കുറ്റ്യാടിയിലെ മണ്ഡലത്തിൽ പാറക്കൽ അബ്ദുള്ള, ലീഗിൻ്റെ പാറക്കൽ അബ്ദുള്ള നിർത്തി ജയിപ്പിക്കുമ്പം RMPയുടെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത് 2016. പക്ഷേ കഴിഞ്ഞ തവണ കുഞ്ഞമ്മ മാഷെ നിർത്തിയിട്ട് അവർ ആ സീറ്റ് പാറക്കലിൽ നിന്ന് തിരിച്ചു പിടിച്ചു. അല്ല, മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ടല്ല. അങ്ങനെ പിന്നെ 2009 തെരഞ്ഞെടുപ്പ് TP ചന്ദ്രശേഖരൻ്റെ 2009 തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു RMPയുടെ സ്ഥാനാർത്ഥിയായിട്ട്. അദ്ദേഹം പിടിച്ച വോട്ടുകളാണ് സതീദേവിയുടെ തോൽവിയിലേക്ക് നയിച്ചത്. അന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനു മുമ്പ് ഒരുപാട് തവണ കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതാണ്. 98 വരെ തുടർച്ചയായിട്ട് 84 തൊട്ട് 98 വരെ പിന്നെ മത്സരിച്ച് വിജയിച്ചതാണ്. 99 അവിടെ അബ്ദുള്ളക്കുട്ടി നിന്നിട്ട് മുല്ലപ്പള്ളി തോറ്റിട്ട് പിന്നീട് അദ്ദേഹം പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്നത് ഈ പിന്നെ 2009 തെരഞ്ഞെടുപ്പിലാണ്. പിന്നീട് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ. സതീദേവി തോറ്റു. സതീദേവി തോറ്റതിൻ്റെ പ്രതികാരമായിട്ടാണ് TP ചന്ദ്രശേഖരനെ കൊല്ലുന്നത്. അതുകൊണ്ട് ഇവർ ഈ PJ ആർമി എന്നൊക്കെ പറഞ്ഞ് കുടിസിനെയും പിന്നെ ഇവനെയൊക്കെ തീറ്റിപ്പറ്റി വളർത്തുന്നതെല്ലാം ഇവരുടെ ഗുണ്ടാസംഘങ്ങളാണ്. അപ്പം അങ്ങനെ പിന്നെ കൊന്നു. അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇവർ 2014 ഷംസീറിനെ നിർത്തി നോക്കി. ഷംസീറിനെ നിർത്തിയപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയം ആവർത്തിച്ചു. 2019 അവർ നിർത്തിയത് പിന്നെ P ജയരാജനെ തന്നെ കൊണ്ട് നിർത്തി. അങ്ങനെ പെങ്ങളും ആങ്ങളെയും ഒരേ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ ഒരു സംഭവമുണ്ട് അവിടെ, അങ്ങനെ അപൂർവതയുണ്ട്. 2019 അവിടെ നിന്ന് മത്സരിച്ച് P ജയരാജൻ മത്സരിച്ചിട്ടും മുല്ലപ്പള്ളി പിന്നെ അല്ല K മുരളീധരനെ വട്ടിയൂർക്കാവിൽ നിന്ന് ഇവിടെ കൊണ്ടു നിർത്തുന്നു. പിന്നെ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ സീറ്റ് പോയി. വട്ടിയൂർക്കാവിൽ UDFൻ്റെ സിറ്റിംഗ് സീറ്റ് അവർക്ക് പോയി. കോന്നിയിൽ അന്ന് അടൂർ പ്രകാശ് സ്റ്റാർട്ടിങ്ങിൽ ജയിച്ചപ്പം അവരുടെ സിറ്റിംഗ് സീറ്റ് പിന്നെ കോൺഗ്രസിന് പോയി. ഈ 2 സീറ്റ് അവർക്ക് പോയി. ഇവിടെ ആലപ്പുഴയിൽ ആരിഫ് ജയിച്ചപ്പോൾ CPMന് അവരുടെ സിറ്റിംഗ് സീറ്റ് അരൂര് പോയി. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര കൗതുകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അവരവരുടെ മണ്ഡലങ്ങളൊക്കെ അവർക്ക് പിന്നീട് നഷ്ടപ്പെട്ടു, നിയമസഭാ മണ്ഡലങ്ങൾ. അങ്ങനെ വടകരയിൽ പിന്നെ മുരളി വന്നു. മുരളി നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയാണ്. പ്രഫുൽ കൃഷ്ണ പിന്നെ മത്സരിക്കുമ്പോൾ പ്രഫുൽ കൃഷ്ണ 1 ലക്ഷത്തിലേറെ വോട്ട് പിടിക്കും. നല്ല ചെറുപ്പക്കാരനാണ്. പ്രഫുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. കേരള സ്റ്റോറി സിനിമ റിലീസായ അന്ന് തന്നെ എന്നെ ടിക്കറ്റ് എടുത്തിട്ട് നിർബന്ധിച്ച് സിനിമയ്ക്ക് ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് പോയിട്ടാണ് എറണാകുളത്ത് ഷാനായി സപ്പോർട്ട് കണ്ടത്. നല്ല ധാരണയുള്ള ആളാണ്. സംസ്കൃത അധ്യാപകനാണ്. മാന്യനായ ചെറുപ്പക്കാരനാണ്. രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട്. നല്ല ഭാവിയുണ്ട്. നാളെ ഒരിക്കൽ പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആവാനുള്ള യോഗ്യതയുണ്ട്. പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട്. എങ്ങനെ മനുഷ്യരോട് പെരുമാറണം എന്നുള്ളത് അറിയാം.
ചരിത്രബോധമുണ്ട്, ഡിബേറ്റുകളിൽ നന്നായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഞാനീ പറഞ്ഞ പോലെ തന്നെ വടകരയിൽ BJP സാധ്യതയില്ലാത്ത മണ്ഡലമാണ്. ഈ തൃത്താലയിലൊക്കെ സംഭവിച്ച, പുതുപ്പള്ളിയിൽ സംഭവിച്ച, പിന്നെ അതേപോലെ തന്നെ തൃക്കാക്കരയിൽ സംഭവിച്ച അതേ സാധ്യത, അതേ കാരണം ഇവരുടെ അക്രമ രാഷ്ട്രീയം, ഈ ബോംബ് രാഷ്ട്രീയം, അവിടുത്തെ വിധവകളായ സ്ത്രീകൾ, ഒരുപാട് വിധവകളായ സ്ത്രീകളെയും ഒരുപാട് പിന്നെ അച്ഛൻ നഷ്ടപ്പെട്ട മക്കളെയും മകൻ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. അത് ഒന്ന് CPM ആണ്, ഒന്ന് PFI ആയിരുന്നു, അവരിപ്പോൾ നിർത്തി. CPM ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക. പാനൂർ ബോംബ് സ്ഫോടനമൊക്കെ അവിടെ നന്നായി ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സ്ത്രീകൾ ഇപ്പം പിന്നെ ഈ പുരുഷന്മാരായിട്ടുള്ള BJPയുടെ നേതാക്കന്മാരുടെ വീട്ടിലെ ഭാര്യമാർ വോട്ട് ചെയ്യുന്ന ഭർത്താവ് കാണുന്നൊന്നുമില്ല. ഇവർ കരുതും മറ്റവരുടെ നെഞ്ചത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാഫിക്ക് കൊടുക്കും. അവിടെ ഈ കമ്മ്യൂണൽ കളി മുസ്ലിങ്ങളുടെ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഹിന്ദു വോട്ടുകൾ പിന്നെ ഏകോപിപ്പിക്കാൻ, ശൈലജ ടീച്ചർക്ക് അനുകൂലമായിട്ട് പിന്നെ ഏകോപിപ്പിക്കാനാണ് ഇവർ ഈ കാഫിർ സാധനമൊക്കെ സ്വയം ഉണ്ടാക്കി വെച്ചത്. ഈ കാഫിർ സാധനം അവരെ തന്നെ പ്രൊഡക്റ്റാണെന്നുള്ള സംശയമില്ലല്ലോ. ഇപ്പോൾ ലീഗുകാർ തന്നെ പിന്നെ KM ഷാജി തന്നെ പറഞ്ഞു അത് ആദ്യം തെളിയിക്കുന്ന പറഞ്ഞത്. പോലീസ് ഭരിക്കുന്ന ഇവരല്ല, ആഭ്യന്തര വകുപ്പ്. കാഫിർ പരിപാടി ഉണ്ടാക്കിയിട്ട് സ്വയം ഇരവാദം ഉന്നയിക്കുക, സ്വന്തം ബോർഡ് വലിച്ചു കയറിയിട്ട് അത് മറ്റേ എതിർ സ്ഥാനം നടത്തിയതെന്ന് പറയുക. ഇമാതിരി കലാപരിപാടികൾ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ ചീറ്റിപ്പോയി. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. പിന്നെ ഈ കമ്മ്യൂണലായിട്ടുള്ള സംഭവം വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഷാഫി അതിനെ മറികടന്നു. നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം ഒരു വശത്ത് KK രമയും ഒരു വശത്ത് അച്ചൂമ്മനുമാണ്. ഇക്വേഷൻ പൂർണ്ണമായി. അവരെ രണ്ടുപേരെയും ഇടത്തും വലത്തും നിർത്തിയിട്ടാണ് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. അച്ഛനെ അതിനായിട്ട് വിളിച്ചു വരുത്തി ദുബായിൽ നിന്ന്. അപ്പം ഇലക്ഷൻ്റെ എല്ലാ കാര്യത്തിലും അഗ്രഗണ്യനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു. 20 മണ്ഡലങ്ങളുണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്ന് നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട് നിൽക്കാനുള്ള താല്പര്യം ഉണ്ടാവും. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം കേഡർമാർക്ക് നിർദ്ദേശം പോകാനുള്ള സാധ്യതയുണ്ട്. മട്ടന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ BJPക്ക് ഒരു കാര്യമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ 2016 നിയമത്തിൽ ഓപ്പൺ ചെയ്യുകയും രാജഗോപാൽ 2021 ശിവൻകുട്ടിയിലൂടെ ക്ലോസ് ചെയ്യപ്പെടുകയും ചെയ്ത നിയമസഭയിലെ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യാൻ പറ്റും ഉപതെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അവരതായിരിക്കും നോക്കുക. അപ്പോൾ അതൊക്കെ ഒരു പൊളിറ്റിക്കൽ സെൻസാണ്. കേഡർമാർക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രഫുലിനോടുള്ള കുഴപ്പം കൊണ്ടല്ല, പ്രഫുലിനെ ചാവേറായിട്ട് നിർത്തിയൊന്നുമല്ല. സാധാരണക്കാരിൽ വോട്ട് ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്ന് കരുതും. പക്ഷേ പിന്നെ ഈ അതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേഡർമാരുടെ വോട്ടുകൾ അവർ മറിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധ്യത വെച്ചിട്ട് പോകുമ്പോൾ ഈ വലിയൊരു ചലനം അവിടെ ഉണ്ടാവും. അത് ഷാഫി പറമ്പലിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തി തിരിച്ചെടുക്കുക, ഒരു സീറ്റ് പിടിക്കുക എന്നുള്ള തന്ത്രം നേതൃത്വത്തിന് അതിനൊക്കെ ഉള്ള ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ ഉറച്ച കേഡർമാരോട്, സാധാരണക്കാരോട് പറയില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊളിയും. ഉറച്ച കേഡർമാരോട് നിങ്ങൾ വോട്ട് അങ്ങോട്ട് കൊടുത്തേക്കെന്നുള്ളത് നിർദ്ദേശം കൊടുക്കും. സംഘവും അങ്ങനെ കൊടുക്കും എന്നാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2 സ്ത്രീകളുടെ വോട്ടുകൾ അക്രമ രാഷ്ട്രീയത്തോടുള്ള വിരോധം കൊണ്ട് അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഷാഫി ജയിക്കും. ശൈലജ ടീച്ചർ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ഉദ്ദേശിച്ചതും രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന പോലെ വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് പറയരുത്. 2026 ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ മരുമോനെ അങ്ങോട്ട് പുതിയ ആപ്പിളെ കൊണ്ടുവന്നിട്ട് മന്ത്രിയാക്കണം. ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യമില്ലെന്നേ. കാലാകാലം അവിടെ നിൽക്കാമല്ലോ, മരുമോഹന്ത്രിയാലും അവിടെ താമസിക്കാമല്ലോ ഈ വയസ്സുകാലത്ത്. പോട്ടെ, അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. കണ്ണൂർ ഞാൻ പറഞ്ഞ പോലെ അത്ഭുതക്കുട്ടി അങ്ങനെ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ 2009 ആകുമ്പോഴേക്കും അബ്ദുള്ളക്കുട്ടി CPM-നോടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ച് നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകമൊക്കെ എഴുതി നേരെ പിന്നിങ് വന്നു. ഹജ്ജിന് പോകാൻ പോലും പാർട്ടിക്കകത്ത് അനുവാദം ഇല്ലായിരുന്നു. ഹജ്ജിന് പോകാൻ അനുവാദം ഇല്ലാത്ത CPM-ൽ സ്വാതന്ത്ര്യക്കുറവ് അനുഭവിച്ച അബ്ദുള്ളക്കുട്ടിയെ നരേന്ദ്രമോദി നേരെ ഇന്ത്യയുടെ ഹജ്ജ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കി. ഇപ്പോൾ ഇന്ത്യയിലെ ഹാജിമാരെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്ന പണിയേൽപ്പിച്ചു. അപ്പം CPM-ന് കൊടുത്തിട്ടുള്ള ഒരു നല്ല മറുപടിയാണത്. 2 മയ്യിൽ ഏരിയ കമ്മിറ്റിക്കകത്ത് തന്നെ ഇട്ടു, DC പോലും ഉൾപ്പെടുത്തിയില്ല. അബ്ദുള്ളക്കുട്ടി എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മളൊക്കെ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്, പക്ഷേ നമ്മൾ കണ്ട കമ്മ്യൂണിസം, നമ്മൾ സ്വപ്നം കണ്ട കമ്മ്യൂണിസം നടപ്പിലാക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞു. അത് നല്ല കണ്ടെത്തലാണ് അത്. കാരണം എന്ന് വെച്ചാൽ അധസ്ഥിത വർഗത്തെ ഉയർത്തിപ്പിക്കുക, സ്വച്ഛ് ഭാരത് പദ്ധതികൾ, ബാക്കിയുള്ള വികസന പദ്ധതികൾ, ക്ഷേമ പരിപാടികളൊക്കെ വരുമ്പം അത് തന്നെയാണ് കമ്മ്യൂണിസത്തിൻ്റെ കാഴ്ചപ്പാട്. ഈ വർഗരഹിത സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളതാണ്, അല്ലാതെ നോക്കൂലി മേടിക്കുക എന്നുള്ളതല്ല കമ്മ്യൂണിസത്തിൻ്റെ പരിപാടി. ബോംബ് ഉണ്ടാക്കലുമല്ല. അപ്പം ഈ ബോംബ് രാഷ്ട്രീയം അവിടെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. MP ജയരാജൻ നല്ല കാൻഡിഡേറ്റാണ്. കഴിഞ്ഞ തവണ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെ ഇങ്ങോട്ട് വടകര കൊണ്ടുവന്നിട്ടതുപോലെ ഈ പ്രാവശ്യം ജില്ലാ സെക്രട്ടറിമാരെ ആയിട്ടുള്ള ഇദ്ദേഹത്തെ 3 ജില്ലാ സെക്രട്ടറിമാരെ രംഗത്തിറക്കിയിട്ടുണ്ട്. കാസർഗോഡും കണ്ണൂരും തിരുവനന്തപുരത്തും 3 ജില്ലാ സെക്രട്ടറിമാരെ രംഗത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒരുപാട് ജില്ലാ സെക്രട്ടറിമാരെ ഇറക്കിയായിരുന്നു. ബാലഗോപാൽ, രാജീവ്, വാസവൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരെ ഇറക്കി. പക്ഷേ അവരൊക്കെ അന്ന് തോറ്റത് നന്നായി. അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തോറ്റവരെല്ലാം മന്ത്രിമാരായി. പാലക്കാട് തോറ്റ MP രാജേഷ് മന്ത്രിയായി, എറണാകുളത്ത് തോറ്റ രാജീവ് മന്ത്രിയായി, കോട്ടയത്ത് തോറ്റ വാസവൻ മന്ത്രിയായി, കൊട്ടാരക്കര തോറ്റ ഏറ്റുമാനൂർ തോറ്റ കോട്ടയത്ത് തോറ്റ വാസവൻ മന്ത്രിയായി, കൊല്ലത്ത് തോറ്റ ബാലഗോപാൽ മന്ത്രിയായി.
ജയിച്ചിരുന്നെങ്കിൽ എം പിമാരായിട്ട് പോകേണ്ടി വന്നേനെ. ഇപ്പം മന്ത്രിമാരായി, അതവരുടെ ഭാഗ്യം, അതൊക്കെ വേറെ നിരീക്ഷണമാണ്. ഇപ്പോൾ കണ്ണൂരിൽ സുധാകരൻ അങ്ങനെ മത്സരിക്കുന്നു, വിജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ശ്രീമതി ടീച്ചർ സുധാകരനെ തോൽപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ സുധാകരൻ വീണ്ടും വിജയിക്കുന്നു. അപ്പോൾ സുധാകരൻ ഈ അക്രമ രാഷ്ട്രീയവും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ BJPയുടെ വോട്ടുകൾ സുധാകരനോട് താല്പര്യം കൊണ്ടൊന്നുമല്ല, മറ്റൊരു തോറ്റ് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. MP ജയരാജൻ അത്യാവശ്യം ഗുണ്ടായിസത്തിലൊന്നും ഒട്ടും മോശമല്ലോ, മറ്റേയാളും മോശമൊന്നുമില്ല. ഭരണം കോളേജിൽ പിണറായിയെ പോലെ തന്നെ ഭരണം കോളേജിൽ രണ്ടുപേര് 10-15 വയസ്സിൽ കുസ്തി പിടിച്ച കഥ ഇപ്പോഴും പ്രീ ഡിഗ്രി കാലഘട്ടത്തിലും ഡിഗ്രി കാലഘട്ടത്തിലും അങ്ങനെ പലതുണ്ടെന്നേ. ഞങ്ങളൊക്കെ പിന്നെ MSFകാരായിട്ട് ABPക്കാരുമായിട്ട് SFIക്കാർ KSCക്കാരുമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ASPക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം അടുത്ത സൗഹൃദമാണ്. ഇത് 10-75 വയസ്സായിട്ടുള്ള ഈ പോത്തുകൾ ഇപ്പോഴും ഇരുന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ അന്ന് അവനെ ഇങ്ങനെ ഇടിച്ചു, ഞാൻ ഇങ്ങനെ കൈകൊണ്ടടിച്ച് പ്രത്യേക ആക്ഷൻ കാണിച്ചു, പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. മറ്റേ ആൾ പറയുന്നു, സുധാകരൻ പറയുന്നു, ഞാൻ അയാളെ ചവിട്ടിക്കൂട്ടി മൂലയ്ക്കാക്കി. ഈ ഇതൊരു വൃത്തികേടാണ് ഈ വയസ്സുകാലത്ത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഓർമ്മകൾ അയവർക്കുമ്പോൾ നല്ലതുമല്ലോ അയവർക്കല്ല. പണ്ട് കുസ്തി പിടിച്ച കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക, പണ്ട് പന്ത് കളിക്കാൻ പോയപ്പോൾ തല്ലുകൂടിയ കഥയൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അത് പിന്നെ ഉള്ള സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തെ ഗുണ്ടായുസമാണ് അപ്പുറത്ത്. സുധാകരൻ്റെ ഗുണ്ടായുസം എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്, ജീവൻ പണയം വെച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സുധാകരനാണ്. അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ധൈര്യത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു ബാക്ക് ബോണായിട്ട് നിന്നിട്ടുള്ള സുധാകരൻ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്, പ്രവർത്തകർ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വികാരമായിട്ട് കേരളത്തിൽ മാറിയെങ്കിൽ PCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. അത് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ആദ്യം സെമി കേഡറാക്കുന്നു പറഞ്ഞു. സെമി കേഡർ പോയിട്ടൊരു കുന്തവും കോൺഗ്രസ് ആകാൻ പോകുന്നില്ല എന്ന് നാട്ടുകാർക്കെല്ലാം ബോധ്യമുള്ളതാണ്. അങ്ങനത്തെ അച്ചടക്കമൊന്നും അതിനകത്തില്ല. ഇപ്പോൾ KSന്റെ ക്യാമ്പിൽ വരെ തല്ല് ആകട്ടെ. സുധാകരൻ അവിടെ നിന്ന് വീണ്ടും ജയിച്ച് കയറും എന്ന് തന്നെയാണ്. പിന്നെ ഭൂരിപക്ഷം വല്ലാതെ കുറയും. പ്രത്യേകിച്ച് MP ജയരാജൻ ഈ ഗുണ്ടായിസം, പിന്നെ ഈ പാനൂരിലെ ബോംബ് സ്ഫോടനം അവിടെയും ബാധിക്കും. പിന്നെ ഇപ്പം നിരന്തരമായിട്ടുള്ള ഓരോ വിഷയങ്ങൾ, സിദ്ധാർത്ഥൻ്റെ കൊലപാതകങ്ങൾ, പിന്നെ ഈ BJP വോട്ടുകൾ, ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളുടെ വോട്ടുകൾ, BJP അനുഭാവികളായ ആളുകളുടെ ഭാര്യമാരുടെ വോട്ടുകൾ ഭർത്താവ് അറിയാതെ തന്നെ അപ്പുറത്തോട്ടം കൊടുക്കും. സുധാകരൻ ജയിക്കട്ടെ എന്ന് കരുതും, കാരണം MP ജയരാജൻ തോക്കട്ടെ എന്ന് കരുതും. കാരണം MP ജയരാജൻ 1994 S ശർമ്മ DYFയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ NN കൃഷ്ണദാസ് എന്ന് പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആവുന്നു. NN കൃഷ്ണദാസ് പിന്നെ സെക്രട്ടറി ആവുന്നു. ഇപ്പോൾ എറണാകുളം CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CN മോഹനൻ അന്ന് സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു. പക്ഷേ NN കൃഷ്ണദാസ് തൊട്ടടുത്ത മാസങ്ങളിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ അഖിലേന്ത്യാ പ്രസിഡൻ്റായി പോയ ഒഴിവിലാണ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന MP ജയരാജൻ പിന്നെ സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. പിന്നെ അതൊരു പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നു. എടക്കാട് നിന്ന് 2 തവണ നിയമസഭയിലെത്തി, ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. അപ്പോൾ MP ജയരാജൻ നല്ല കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ റോഡിൽ പൊതുസ്ഥലത്ത് വെച്ച ഇവരെ പിന്നെ കൊടികളും തോരണങ്ങളും ഒക്കെ നീക്കം ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, പോലീസ് സ്റ്റേഷനിലോട്ട് ഗേറ്റ് തള്ളി തുറന്നിട്ട് ഞാനിവിടുത്തെ LDFൻ്റെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മസിൽ പിടിച്ചങ്ങോട്ട് ചെല്ലുക. നേതാവാന്ന് സ്വയം പറയുന്ന ആൾക്കാരെ ആദ്യം കാണുക. ഞാൻ അല്പന്മാരല്ലേ പറയുള്ളൂ. ഞാൻ LDFൻ്റെ പ്രവർത്തകനാണ്, ഞാനിവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാരവാഹിയെന്ന് പറഞ്ഞാൽ പോലെ, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ MLA എന്ന് പറഞ്ഞാൽ പോലെ, ഞങ്ങൾ LDFൻ്റെ നേതാക്കളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നേതാവ്, അതായത് നേതാവും അനുയായികളും തമ്മിലുള്ള ഒരു അടിമ ഉടമ തലത്തിലേക്ക് CPMനകത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏറാൻ മൂളികളെ മതി എന്നുള്ളത്. അപ്പം CPMനകത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. P ജയരാജനും എല്ലാ പ്രശ്നമുണ്ട്. P ജയരാജന് നല്ല വിഷയമുണ്ട്, പുള്ളിയെ മാറ്റിയിട്ടാണ് ഈ ബാക്കി അന്ന് പിന്നെ ലോക്സഭയിൽ മത്സരിച്ച ആൾക്കാരെല്ലാം തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തു. P ജയരാജനെ ഇത് പറഞ്ഞ് മാറ്റി MP ജയരാജനെ അങ്ങ് പ്രതിഷ്ഠിച്ചു. അപ്പം ഈ ഒരു കോക്കസിനോട് നല്ല എതിർപ്പുണ്ട്. P ജയരാജനോട് അടുപ്പമുള്ള ആൾക്കാർ സൈലൻ്റാണ്. ഇപ്പോൾ വർക്കിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വോട്ട് ആർക്ക് ചെയ്തു എന്നുള്ളത് സംശയം. P ജയരാജൻ MP ജയരാജന് വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം. പുള്ളി ഓപ്പൺ വോട്ട് ചെയ്യണമായിരുന്നല്ലെങ്കിൽ ആരെയും കൊണ്ട് ചെയ്തോളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ EPക്കെതിരെ കൊടുത്തിട്ടുള്ള ഈ കോർണർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ CPMൻ്റെ സംഘടനാ സംവിധാനത്തിനകത്തുള്ള ഭിന്നതകളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സുധാകരൻ ഒരു ചെറിയ മാർജിനിൽ ജയിച്ചു പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ ഏറ്റവും അവസാനത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡാണ്. കാസർഗോഡ് 2009 ഷാഹിദ കമാൽ നിന്നു. തോക്കാനായിട്ട് പോയതാണ് നേർച്ചക്കൂടി, എവിടെയും നിന്നാൽ മതി, സീറ്റ് കിട്ടിയാൽ മതി, തോറ്റാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ ഡോക്ടറേറ്റ് ഡിഗ്രി പാസ്സായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ഡോക്ടറാണ്. പിന്നെ CPM ചേർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡോക്ടറാവാം. ചിന്താ ജെറോമിന് മാത്രമൊന്നുമല്ല, ഷാഹിദ കമാലിനും ആവാം. ഡോക്ടർമാരോട് പ്രത്യേകത, ഒരുപാട് ഡോക്ടർമാർ സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM. വേണമെങ്കിൽ പിന്നെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ വേണമെങ്കിൽ ചിന്തിക്കും, സ്വന്തമായിട്ട് നമുക്ക് ഒരു ആശുപത്രി തുടങ്ങിക്കൂടെ ഇനി. കാരണം ഡോക്ടർ TN സീമ, ഡോക്ടർ തോമസ് ഐസക്, ഡോക്ടർ KT ജലീൽ, ഡോക്ടർ ചിന്താ ജെറോം, ഡോക്ടർ ഷാഹിദ കമാൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡോക്ടർ V ശിവദാസനൊക്കെ ഉണ്ട്. ഈ ഡോക്ടറേറ്റ് മറ്റേ ഡോക്ടറേറ്റും തമ്മിൽ വ്യത്യാസം പോലും അറിയാത്ത കുറേ എണ്ണം ഇപ്പോൾ പാർട്ടിക്കകത്തുണ്ട്, അന്തംഗമ്പികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്തായിരുന്നാലും ഈ അവിടെ ഷാഹിദ കമാൽ ചെല്ലുന്നു, അന്ന് ദയനീയമായി പരാജയപ്പെടുന്നു. 2014 സിദ്ദിഖ് നിൽക്കുന്നു, അന്നും പരാജയപ്പെടുന്നു. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പിന്നെ വലിയ ഒരു പിന്നെ സവിശേഷത കാസർഗോഡ് മണ്ഡലത്തിനുണ്ട്. അവിടെ നിന്ന് AKG 3 തവണ തുടർച്ചയായിട്ട് 57-ലും 62-ലും 67-ലും മത്സരിച്ച് ഹാട്രിക്ക് നേടി.
അതിനുശേഷം പിന്നീട് 2014-ലും 2009-ലും 2004-ലും അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള പി കരുണാകരൻ ഹാട്രിക്ക് നടന്നു. അങ്ങനെ അമ്മായിയപ്പനും മരുമകനും ഒരേ മണ്ഡലത്തിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വടകരയിൽ ആംഗ്ലയും പെങ്ങളും ഒരേ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ അമ്മായിയപ്പനും മരുമകനും ഒരേ മണ്ഡലത്തിൽ നിന്ന് ഹാട്രിക്ക് വിജയം നേടിയിട്ടുള്ള കേരളത്തിലെ ഏക മണ്ഡലമാണ് കാസർഗോഡ്. പിന്നെ അതേപോലെ തന്നെ വേറെയും ചരിത്രമുണ്ട്. 1971-70 തോന്നും, അവിടെ നിന്ന് 71-ലാണെന്ന് തോന്നുന്നു. പിന്നെ അന്ന് 26 വയസ്സുള്ള KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന രാമേന്ദ്രൻ കടന്നപ്പള്ളി, ഇപ്പോൾ കോൺഗ്രസ് ആണ്, LDFിൻ്റെ ഭാഗമാണ്. രാമേന്ദ്രൻ കടന്നപ്പള്ളി സാക്ഷാൽ EK നായനാരെ അട്ടിമറിച്ച് അവിടെ വിജയം നേടി. പിന്നീട് അദ്ദേഹം ആ വിജയം ആവർത്തിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് പിന്നെ മറ്റു പലരും വിജയിച്ചു വന്നിട്ടുണ്ട്. പിന്നെ കുറേ കാലം രാമണ്ണറേയും രാമറേയും തമ്മിലുള്ള മത്സരമായിരുന്നു. DCC പ്രസിഡൻ്റൊക്കെ ആയിരുന്ന കോൺഗ്രസ് നേതാവ് രാമറേ, മറ്റേത് M രാമണ്ണറേ, CPMൻ്റെ സ്ഥാനാർത്ഥി. ഇവർ തമ്മിൽ പരസ്പരം മത്സരിക്കുകയും തോക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും മാറി. ഇവർ രണ്ടുപേരും പക്ഷേ നല്ല വ്യക്തിപരമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഒരാൾ കോൺഗ്രസിൻ്റെ ഒരാൾ CPMൻ്റെ ആണെങ്കിലും പരസ്പരം സ്ഥാനാർത്ഥികളാകുകയും പരസ്പരം തോപ്പിക്കുകയും പരസ്പരം ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും മക്കളെ തമ്മിലാണ് അവസാനം കല്യാണമൊക്കെ കഴിപ്പിക്കുന്നത്. അറേഞ്ച്ഡ് മാരേജ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ മണ്ഡലം പി കരുണാകരൻ വരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ അവിടെ KP സതീഷ് ചന്ദ്രനാണ് മത്സരിച്ചത്. പഴയ DYFയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അന്ന് അദ്ദേഹം ഇപ്പോൾ MP ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആകുമ്പോഴാണ് ഇങ്ങോട്ട് മത്സരിക്കുന്നത്. CH കുഞ്ഞമ്പന് താൽക്കാലിക ചാർജ് കൊടുത്തിട്ട് നമ്മൾ ഉദുമ MLA പണ്ട് മട്ടാഞ്ചേരിയിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പം ഇവിടെ പിന്നെ ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സീറ്റ് ലീഗിൻ്റെ കയ്യിൽ കാലാകാലങ്ങളായിട്ട് നിൽക്കുന്ന കാസർഗോഡും മഞ്ചേശ്വരത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് സമീപകാലത്ത് ഉദുമയിൽ നിന്ന് മഞ്ചേശ്വരത്ത് നിന്ന് പിന്നെ ഈ കുഞ്ഞമ്പി ഇപ്പോഴത്തെ ഉദുമ MLA ആയിട്ടുള്ള കുഞ്ഞമ്പി വിജയിക്കുന്നത്. സതീഷ് ചന്ദ്രൻ 2019 മത്സരിച്ച് പരാജയപ്പെട്ടു. സതീഷ് ചന്ദ്രൻ മുമ്പ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് MLA ആയിട്ടുണ്ട്. നായനാർ അവിടെ നിന്ന് മത്സരിച്ച് MLA ആയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ BJPക്ക് ശക്തമായ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. 1982 മുതൽ കാസർഗോഡ് മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്താണ് നിയമസഭാ മണ്ഡലത്തിൽ. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ വേറെ മണ്ഡലത്തിനും ഇല്ല. 42 വർഷമായിട്ട് തുടർച്ചയായിട്ട് അവിടെ 2ാം സ്ഥാനത്താണ്. മഞ്ചേശ്വരത്ത് 87 തൊട്ട് തുടർച്ചയായിട്ട് 37 വർഷമായിട്ട് 2ാം സ്ഥാനത്ത് വരുന്നു. അതിൽ പിന്നെ ബാക്കിയെല്ലാം ലീഗിനോട് ഒരു തവണ 2006 CPM ജയിക്കുമ്പോഴും ലീഗ് 3ാം സ്ഥാനത്ത് പോയി, അപ്പോഴും BJP 2ാം സ്ഥാനത്ത്. അല്ലാത്തപ്പോഴെല്ലാം ഇടതു മുന്നണി 3ാം സ്ഥാനത്ത് പോകുന്നു, പിന്നെ BJP 2ാം സ്ഥാനത്ത്. ആലോചിക്കേണ്ട ഒരു കാര്യം, 89 വരെ ആകെ 2 സീറ്റ് BJPക്ക് രാജ്യത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് പോലും BJPക്ക് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും പോലും മോദിയുടെ ഗുജറാത്തിൽ പോലും ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന കാലത്ത് 82 തൊട്ടും 87 തൊട്ടും ഈ 2 മണ്ഡലങ്ങൾ BJP 2ാം സ്ഥാനത്ത് വരുന്നു, നന്നായി വോട്ട് പിടിക്കുന്നു. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 1,70,000 കണ്ട് 76,000 കണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട്. 2 ലക്ഷത്തിന് മുകളിലേക്ക് ആ വോട്ട് പോകും. പക്ഷേ BJPക്ക് അവിടെ ജയിക്കാൻ കഴിയത്തില്ല. അശ്വിനി, BJPക്ക് അവിടെ ജയിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ് വരുന്നത്. ഒന്ന് CPM വോട്ടുകൾ, കുറച്ച് വോട്ടുകൾ ഒരു വശത്തുണ്ട്. മറ്റൊന്ന് മുസ്ലിം വോട്ടുകൾ BJPക്ക് എന്തായാലും ഒരിക്കലും കിട്ടില്ല. പിന്നെ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകൾ വളരെ കുറച്ചേ ഉള്ളൂ അവിടെ. അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പം അവിടെ അവരുടെ വോട്ട് കിട്ടിയാൽ പോലും BJPക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. 3 ലക്ഷത്തിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ കഷ്ടപ്പെടണം. കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസും CPM ഒക്കെ ഇല്ലാതാവുന്ന കാലത്ത് വേണമെങ്കിൽ BJPക്ക് ആവും. ലീഗ് എന്തായാലും ഒരു കാലത്തും അവർക്ക് വോട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം പിന്നെ അതുമല്ല, കാസർഗോഡോട്ട് പോയ ഉണ്ണിത്താൻ ഇപ്പോൾ MP സതീഷ് ചന്ദ്രനെ പരാജയപ്പെടുത്തി, അത് രാഹുൽ തരംഗത്തിലാണെന്ന് പറയാം. ആ ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഉണ്ണിച്ചയായി മാറിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അങ്ങനെയാണല്ലോ ഈ കമുറിച്ച എന്നൊക്കെ പറഞ്ഞ MC കമുറുത്തനെ കമുറിച്ച എന്നൊക്കെ വിളിക്കുന്ന പോലെ. അപ്പോൾ അദ്ദേഹം സ്വീകാര്യനായിട്ടുണ്ട്. അദ്ദേഹം കുറിയിട്ടോ കുറി മായ്ച്ചു എന്നൊക്കെ ഉള്ളത് നല്ല വിഷയം. പിന്നെ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ മറ്റേ പെരിയ ഇരട്ട കൊലപാതകവും രാഹുൽ തരംഗവും 2 അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഇത്തവണ പെരിയ ഇരട്ട കൊലപാതകം ഇപ്പോഴും ഏറിൽ കിടക്കുക. കാരണം ആ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും പിന്നെ കൊന്ന പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ CBI അന്വേഷണത്തിന് തടസ്സം നിൽക്കുക സംസ്ഥാന സർക്കാർ. ഇവരെല്ലാം കൊന്നതെന്നുണ്ടെങ്കിൽ ഏത് ഏജൻസി വന്ന് അന്വേഷിക്കട്ടെ എന്ന് വരുന്നുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിഷയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാനൂരിൽ കറക്റ്റ് ടൈമിനങ്ങ് ബോംബും പൊട്ടിച്ചു, ഒരുത്തൻ ചത്തു, കുറച്ചിടത്ര കൈയും കാലും പോയി. അവരെ അത് സ്മാരകം ഉണ്ടാക്കിയത് മറ്റേ അടുത്താണ്, ചെറ്റക്കണ്ടിയില്ല. അത് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ വിഷയം വന്നത്, സ്മാരകത്തിൻ്റെ വിഷയം വന്നത്. അപ്പോൾ കാസർഗോഡ് ഉണ്ണിത്താൻ ഒരു കുറഞ്ഞ മാർജിനിൽ ജയിച്ചു പോകുന്നതാണ് കരുതുന്നത്. അപ്പം പറഞ്ഞു വരുന്നത്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി, കോഴിക്കോട് MK രാഘവൻ, വടകര ഷാഫി പറമ്പിൽ, കണ്ണൂർ K സുധാകരൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നുള്ള അവസ്ഥയിൽ തന്നെ നിൽക്കുന്നത്. അതിൽ ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് പിന്നെ കാസർഗോഡും കണ്ണൂരും മാത്രമാണ്. ശൈലജ ടീച്ചറെ പോലുള്ള ആൾക്കാർ തോക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ ശൈലജ ടീച്ചറെ മൂലയ്ക്കാക്കാനാണെന്നുള്ളത് മറ്റൊരാൾക്കറിയാം. അവർ തന്നെ ശൈലജ ടീച്ചർക്ക് വേണമെങ്കിൽ നിയമസഭ ചെയ്ത വോട്ടുകൂടെ ചെയ്യില്ല. കാരണം ശൈലജ ടീച്ചറെ അവർക്ക് തന്നെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ചിലക്കാർക്കൊക്കെ രാധാകൃഷ്ണനോടുള്ള ഇഷ്ടം പോലെ തന്നെ. അതുകൊണ്ട് ഇതാണ് സാധ്യത കാണുന്നത്. അപ്പോൾ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും സമഗ്ര ചിത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ തിരുവനന്തപുരം മുതൽ ഒന്നുകൂടെ പറഞ്ഞാലോ? തിരുവനന്തപുരം ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ ഞാൻ എപ്പോഴും കാണുന്നത്, കൊല്ലം പ്രേമചന്ദ്രൻ, ആലപ്പുഴ KC വേണുഗോപാൽ, പത്തനംതിട്ട ആൻ്റോ ആൻ്റണി,
മാവേലിക്കര സംശയത്തിലാണ്. സി എ അരുൺകുമാറിനും സാധ്യത ഞാൻ കാണുന്നുണ്ട്. കൊടുക്കുന്ന സുരേഷ് തോറ്റാൽ അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ഡീൻ കുര്യാക്കോസ്, കോട്ടയം ഫ്രാൻസിസ് ജോർജ് ഷുവർ, എറണാകുളം ഹൈബി ഈഡൻ ഷുവർ, ചാലക്കുടി നമ്മൾ ഏതോ ഒരു മണ്ഡലം വിട്ടുപോയെന്ന് തോന്നുന്നു അതിനിടയ്ക്ക്. പത്തനംതിട്ട, മാവേലിക്കര, ഇടുക്കി പറഞ്ഞു, മാവേലിക്കര, ആലപ്പുഴ, ഓക്കെ കുഴപ്പമില്ല. പിന്നെ ചാലക്കുടി നല്ല ടൈറ്റ് ഫൈറ്റ്, രവീന്ദ്രനാഥും സാധ്യതയും കാണുന്നു അവിടെ എന്തായിരുന്നാലും. അങ്ങനെ വന്നാൽ കോൺഗ്രസ്സിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പം രവീന്ദ്രനാഥും മറ്റേ ആളും ബെന്നിമോഹനാനും തമ്മിലുള്ള മത്സരത്തിനകത്ത് എനിക്ക് ഒരു സംശയമുണ്ട്. അതിൽ കൊടുക്കുന്ന സുരേഷിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അവിടെയും ഇടതുമുന്നണിക്ക് ഞാനൊരു സാധ്യത കാണുന്നു. ഒരു പ്രവചനം അസാധ്യമാണ്, ചാലക്കുടിയിലാണെങ്കിലും മാവേലിക്കരയാണെങ്കിലും. അടുത്തത് ഇവിടെ തൃശ്ശൂർ ഈ പറഞ്ഞ പോലെ അവസാനം പൂരം എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്നുള്ള കൺഫ്യൂഷനുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ ഒഴിച്ചാൽ അതിന് മുമ്പ്, പൂരത്തിന് മുമ്പ് സുനിൽകുമാർ ജയിച്ച് നിൽക്കുകയായിരുന്നു. പൂരം അനുകൂല ഘടകമായെങ്കിൽ സുരേഷ് ഗോപി അട്ടിമറി വിജയം നേടും. ആലത്തൂർ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ടൈറ്റ് ഫൈറ്റാണ്. പിന്നെ ഭരണവിരുദ്ധ വികാരം നന്നായി പ്രതിഫലിച്ചില്ലെങ്കിൽ രമ്യ ഹരിദാസ് പൊട്ടും. അത് പ്രതിഫലിച്ചാൽ രമ്യ ഹരിദാസ് ജയിക്കും, ഇല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ ജയിക്കും. പാലക്കാട് എ വിജയരാഘവനാണ് ഞാൻ സാധ്യത കാണുന്നത്. സി പി എമ്മിന് ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിനകത്തുള്ള സാധ്യത കാണുന്നൊരു മണ്ഡലം പാലക്കാട് മാത്രമാണ്, പാലക്കാടാണ്. പിന്നെ ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു മണ്ഡലം എന്നുള്ളത്. പിന്നെ സാധ്യത കാണുന്നത് ചാലക്കുടി, ചേലക്കര. സി പി ഐക്ക് കാണുന്നത് തൃശ്ശൂർ, പിന്നെ മാവേലിക്കര, മലപ്പുറം പൊന്നാനി ലീഗ്. അത് പൊന്നാനി അവർക്ക് കിട്ടാനുള്ളതായിരുന്നു. ഇവരെ പിന്നെ അതിബുദ്ധി കൊണ്ട് വലിയ മിടുക്കന്മാരാണ്, അതുകൊണ്ട് പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഗംഭീരമായതുകൊണ്ട് അങ്ങ് തോറ്റു കൊടുത്തോളൂ. പിന്നെ വടകര രാഹുൽ ഗാന്ധി, കോഴിക്കോട് എം കെ രാഘവൻ, വടകര ഷാഫി പറമ്പിൽ, കണ്ണൂരിൽ ടൈറ്റ് ഫൈറ്റാണ്, ഒന്നും പറയാൻ പറ്റാത്തൊരു മത്സരം തന്നെയാണ്. എന്നാൽ കുറഞ്ഞ വോട്ടുകൾക്ക് കെ സുധാകരൻ ജയിച്ചു പോരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാസർഗോഡ് ഉണ്ണിത്താൻ തന്നെ വീണ്ടും വിജയം ആവർത്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 20 ലോക്സഭാ മണ്ഡലങ്ങൾ, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ സമഗ്രമായ രാഷ്ട്രീയ ചിത്രം. എന്തായാലും വോട്ടർമാർ വിധി എഴുതി കഴിഞ്ഞു. മെയ് 4-ന് അന്തിമ ഫലം വരുമ്പോൾ ആരായിരിക്കും കേരളത്തിൽ UDFO ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ, UDF സമഗ്രാധിപത്യം പുലർത്തുമോ, CPM എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.